പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക കഥാസാഹിത്യത്തോടൊപ്പം ചേർത്ത് നിർത്താവുന്ന എത്രയോ മികച്ച കഥകൾ മലയാള ഭാഷയിലുണ്ട്. പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഊഷ്മാവ് ചോരാതെ ഒപ്പിയെടുത്ത എത്രയോ നിലവാരമുറ്റ കഥകൾ. വേരൂന്നി നിൽക്കുന്ന മണ്ണിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് വളരുന്ന ഒരു വൃക്ഷം പോലെ കേരളീയ സംസ്കൃതിയുടെ നിറസമൃദ്ധിയിൽ നിന്നും ഉയിർത്തോറ്റങ്ങളായി ഉജ്ജ്വലിച്ച എത്രയോ കഥകൾ. ചരിത്ര വൃത്താന്തങ്ങളും ദേശപുരാവൃത്തവും വർത്തമാനകാല വിഹുലതകളും പ്രത്യാശയുടെ ഉള്ളൊരുക്കങ്ങളും കഥയുടെ കരുത്തായി സൗന്ദര്യമായി മാറി. മലയാള ചെറുകഥാലോകത്തിൻ്റെ ഹൃദയപരിച്ഛേദം വെളിപ്പെടുത്തുന്ന കഥയരങ്ങാണ് കേരളീയത്തിൻ്റെ ഈ വേദിയിൽ അടുത്തതായി ആരംഭിക്കുന്നത്. ഈ കഥയരങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരിയും കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള ശ്രീമതി VS ബിന്ദുവിനോട് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, ഏറെ സന്തോഷത്തോടെയാണ് കേരള സാഹിത്യ അക്കാദമി ഈ കഥയരങ്ങിന് ആതിഥ്യം വഹിക്കുന്നത്. ഒപ്പം കേരള സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മോടൊപ്പം ഉണ്ട്. നമുക്കറിയാം, മലയാള കഥ അതിൻ്റെ ഒരു പരിച്ഛേദം നിങ്ങൾക്ക് ഈ വേദിയിൽ കാണാവുന്നതാണ്. മലയാള കഥ ഇന്ന് ഏറ്റവും പുതിയത് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ ലോകോത്തര കഥകളോട് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ മുന്നിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും നമുക്ക് നിസ്സംശയം. നമ്മളുടെ ഒരു വായന അങ്ങനെ അത്തരത്തിലാണ് മലയാളിയുടെ വായന വളർന്നു വലുതാകുന്നത്. അതുകൊണ്ട് പറയാവുന്നതാണ് മലയാള കഥയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ആ കഥകളിലെല്ലാം തന്നെ ഏറ്റവും പുതിയ വിഷയങ്ങൾ നമ്മൾ തൊട്ട് മുന്നിൽ കണ്ടതാണ്. ഇവിടെ ഒരു ആനിമേഷൻ VFXൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടന്നപ്പോൾ എത്രമാത്രം പുതിയ തലമുറയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അവർ ശ്രദ്ധിച്ചൊരു കാര്യം, അവരിൽ പലരും പറയുന്നുണ്ടായിരുന്നു, അടുത്തത് മലയാള കഥാവതരണമാണ്, തീർച്ചയായും നമുക്കത് കേൾക്കണമെന്ന്. അപ്പോൾ കലയും ശാസ്ത്രവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ജീവിത രീതിയാണ് കേരളീയത്തിലൂടെ മലയാളി വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത്, ഒപ്പം നടക്കുന്നത് എന്നുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ കഥ അവതരണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം. കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ CP അബൂബക്കർ മാഷ്, മികച്ച കവി, ഇന്നലെ കവിയരങ്ങിൽ വഴി എന്ന കവിത അവതരിപ്പിച്ച് നമ്മുടെയൊക്കെ ശ്രദ്ധ, നമ്മുടെയൊക്കെ ഇഷ്ടം പിടിച്ചു പറ്റിയ കവിയാണ് അദ്ദേഹം. വാക്കുകൾ എന്നൊരു വലിയ പുസ്തകമുണ്ട്, സാർത്രിനെ ഓർമ്മിപ്പിക്കാൻ കൂടി പറ്റിയ അദ്ദേഹത്തിൻ്റെ ജീവിതം എഴുതിയ ഒരു പുസ്തകമാണ് വാക്കുകൾ. എഴുത്തുകാരനെന്ന നിലയിലും ഇപ്പോൾ അക്കാദമിക്ക് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വം എന്നുള്ള നിലയിലും അബൂബക്കർ മാഷിനെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിങ്ങളൊക്കെ അറിയാം, വായനയുടെ ഒരു കുറച്ചൊരു ഓർമ്മയിലേക്ക് നമ്മൾ ചെന്നാൽ, ഓർമ്മയിലേക്കല്ല ഒപ്പം സഞ്ചരിക്കുക തന്നെയാണ്, നിരീശ്വരൻ എന്ന പുസ്തകം. അതിലെ ആല്, മാവ്, ഇതൊക്കെ നമ്മൾ മലയാള കഥ ഒട്ടേറെ ചർച്ച ചെയ്തതുമാണ്. പുതിയ ശാസ്ത്രവും സർഗാത്മകതയും എങ്ങനെയാണ് ഒന്നിച്ച് കൈകോർത്ത് അക്ഷരത്തിൻ്റെ ഒരു രൂപമാളുന്നത് എന്ന അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുള്ളത് VJ ജെയിംസ് മാഷിൻ്റെ കഥകളിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നോവലുകളിലൂടെയാണ്. അദ്ദേഹത്തിനെ ഏറെ ആദരവോടുകൂടി ഉദ്ഘാടകൻ എന്ന രീതിയിൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ PF മാത്യൂസ്, മരിക്കുവോളം ഒരു പുസ്തകം ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ അത് ചാവുനിലമായിരിക്കണമേ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്രത്തോളം സന്ത്രാസപ്പെടുത്തിയ, അത്രത്തോളം വേവലാതി ഉണ്ടാക്കിയ കഥ, അതിൻ്റെ പരിസരം അക്കാലങ്ങളിലൊന്നും മലയാള കഥ എനിക്ക് വ്യക്തിപരമായി നൽകിയിട്ടില്ല. അത്തരം ഒരു കഥയുടെ ആവേഗങ്ങൾ മലയാള മനസ്സിലാകെ ഇന്നും സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട PF മാത്യൂസ്, മികച്ച നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള കഥാകാരനെ സ്വാഗതം ചെയ്യുന്നു. ഷിനിലാലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോവൽ എന്നല്ല, മൊത്തത്തിലെല്ലാം ഇഷ്ടമാണെങ്കിലും അടി എന്നുള്ള പേര് കൊണ്ട് മലയാളത്തിൻ്റെ പല ഇല്ലായ്മകൾക്കും കൊള്ളരുതായ്മകൾക്കും നേരെ, ആ രാഷ്ട്രീയക്ക് നേരെ നല്ലൊരു അടി വെച്ച് കൊടുത്ത കഥാകൃത്താണ് പ്രിയപ്പെട്ട ഷിനിലാൽ. 124 എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനമായ ഒരു സെക്ഷൻ വെച്ചുകൊണ്ട് കഥ എഴുതിയ ആളാണ്. അപ്പോൾ നോവലും കഥയുമായി സഞ്ചരിക്കുന്ന ഷിനിലാലിന് ഈ വേദിയിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. സിതാര, മലയാള കഥയ്ക്ക് തീ പിടിപ്പിച്ച ഒരു എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ മുൻതലമുറയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയാം. ആധുനികതയുടെ ഏറ്റവും ആദ്യം നിൽക്കുന്നു സിതാര. അഗ്നി എന്ന ഒരു കഥ, ഒരുപാട് കഥ സിത്തു, ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം സിത്തു എന്ന് വിളിക്കുന്ന സിതാര എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിതാരയുടെ വഴികളൊട്ടും മസൃണമല്ല,
പരവതാനി ആരും വിരിച്ചിട്ടുമില്ല. എങ്കിലും കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിൽ കൂടി അതിന്മീതെ വളരെ ശക്തമായി നടന്നു പോകുന്ന, ഇപ്പോഴും തൂലികയെടുത്ത് പേനയെടുത്ത് ശക്തമായി എഴുതുന്ന പ്രിയപ്പെട്ട സിതാരയ്ക്ക് സ്വാഗതം കഥയരങ്ങിലേക്ക്. ലതാലക്ഷ്മി, നമ്മൾ വളരെ നാളത്തെ പരിചയമുണ്ട് ലതയുമായിട്ട്. ലതയുടെ നോവലുകളും മലയാളം ധാരാളമായി ചർച്ച ചെയ്യുന്നു. പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ സ്ത്രീ പരിപ്രേക്ഷ്യങ്ങൾ, പുതിയ സ്ത്രീ അവരെ അവതരിപ്പിച്ചുകൊണ്ട്, അവരുടെ ജീവിതം അവതരിപ്പിച്ചുകൊണ്ട് ലതാലക്ഷ്മി എഴുത്തിൻ്റെ മേഖലയിൽ തിളങ്ങുകയാണ്. ലതാലക്ഷ്മിക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഷബ്നാമറിയവും നമ്മോടൊപ്പം. ഈ പറഞ്ഞ ധാരകളിലൊക്കെ തന്നെ ഇവരാരെയും അങ്ങനെ എല്ലാവരെയും എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ സമയപരിമിതി കൊണ്ടും എൻ്റെ ഇഷ്ടം കൊണ്ടുകൂടി ഞാൻ പറയുകയാണ്. ഷബ്ന ഇനിയുള്ള ഇപ്പോഴുള്ള എഴുത്ത് കൂടാതെ ഇനിയുള്ള ഒരുപാട് വാഗ്ദത്ത എഴുത്തുകൾ നമുക്ക് തരുന്ന ഏറ്റവും മികച്ച എഴുത്തുകാരിയാണ്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രമ്യ ബാലകൃഷ്ണൻ നമ്മുടെയൊക്കെ പ്രതിനിധിയായി ഈ 2-3 പേർ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. രമ്യ കൂടുതൽ ഇനിയും ഇപ്പോഴുള്ള എഴുത്തുകളല്ലാതെയും ഇപ്പോഴുള്ള എഴുത്തുകളിൽ തിളങ്ങുന്നതല്ലാതെയും കൂടുതൽ തിളക്കത്തിലേക്ക് വന്ന് മലയാള കഥാലോകത്ത് പുതിയ ചരിത്രം എഴുതട്ടെ, പുതിയ ഭാവുകത്വം ഉണ്ടാകട്ടെ, ആ നവീന ഭാവുകത്വം ആകട്ടെ നമ്മുടെയൊക്കെ പുതിയ വായനയുടെ രീതി എന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മ്യൂസ് മേരി ജോർജ് ഇന്നലെ ഇറച്ചി എന്നൊരു കവിത അവതരിപ്പിച്ച് ഹൃദയം കവർന്നതാണ് മ്യൂസ്. പ്രിയപ്പെട്ട സ്നേഹിതയ്ക്ക് സ്വാഗതം. ഒട്ടേറെ സ്വാഗതം പറയേണ്ട അജിമാഷ് ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് ഈ പരിപാടി മുഴുവൻ സശ്രദ്ധം കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്താ പറയുക, അപേക്ഷിക്കുകയല്ല എന്ന് ചെറിയൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ കഥയരങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമിയുടെ ആദരണീയനായ സെക്രട്ടറിയുമായ ശ്രീ CP അബൂബക്കർ മാഷിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, മലയാളത്തിലെ പ്രഗത്ഭരായ കഥയെഴുത്തുകാർ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ജെയിംസ് ഉണ്ട്, PF മാത്യൂസ് ഉണ്ട്, ഷിനിലാലുണ്ട്, ലതാലക്ഷ്മിയുണ്ട്, സിതാരയുണ്ട്, ഷബ്നം മറിയുണ്ട്, രമ്യ ബാലകൃഷ്ണനുണ്ട്. ഇവരൊക്കെ മലയാള കഥയുടെ ഏറ്റവും പുതിയ ഭാവുകത്വം വികസിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ഇത്ര മധുരമായൊരു സ്വാഗത പ്രസംഗത്തിന് ശേഷം ഒരു അധ്യക്ഷ പ്രസംഗം നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായതുകൊണ്ടും ഒരിക്കലും പ്രസംഗിക്കാത്തൊരു പ്രാസംഗികനാണ് ഞാൻ എന്നുള്ളതുകൊണ്ടും ഞാൻ ഈ പ്രസംഗ പരിപാടിയോടെ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ജെയിംസാണ്. സാഹിത്യ അക്കാദമി 4 പരിപാടികളാണ് കേരളീയത്തിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഒന്ന് ഇന്നലെ നടന്നിട്ടുള്ള കവിസമ്മേളനമാണ്, കവിയരങ്ങാണ്. ഇന്ന് കഥയരങ്ങാണ്. കഥയരങ്ങ് വളരെ അപൂർവമായി മാത്രം നടക്കുന്നൊരു കാര്യമാണ്. നാളെ നടക്കാൻ പോകുന്നത് ഒരു സാഹിത്യ സംവാദമാണ്. സാഹിത്യത്തിൻ്റെ നീതിബോധത്തെ സംബന്ധിച്ച ഒരു സംവാദം. 4ാമത്തെ ദിവസം നടക്കുന്നത് സ്ത്രീകളുടെ, വനിതകളുടെ ഒരു സംഗമമാണ്, സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു സംഗമം. ഈ 4 പരിപാടികളും സാഹിത്യ അക്കാദമി വളരെ താല്പര്യപൂർവ്വമാണ് സംഘടിപ്പിച്ചത്. സദസ്സിൻ്റെ ശുഷ്കതയ്ക്ക് സാഹിത്യ അക്കാദമിക്ക് ഉത്തരവാദിത്വമില്ല എന്നുള്ളൊരു കാര്യം ബഹുമാനപ്പെട്ട കഥാകൃത്തുക്കളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും കഥയിൽ താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും വളരെ പ്രയോജനം ചെയ്യും ഈ പരിപാടി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ കഥയരങ്ങ് ഉദ്ഘാടനം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം സ്വന്തം കഥ അവതരിപ്പിക്കാനും ജെയിംസിനെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ അബൂബക്കർ മാഷ്, പ്രിയങ്കരിയായ ബിന്ദു ടീച്ചർ,
ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാരായ PF മാത്യൂസ്, ഷെനിലാൽ, ലതാലക്ഷ്മി, സിതാര, ശബ്ന, രമ്യ ബാലകൃഷ്ണൻ, അതുപോലെ മ്യൂസ് മേരി ജോർജ് ടീച്ചർ, പ്രിയങ്കര എല്ലാവർക്കും ഈ സായന്തനത്തിൻ്റെ ഏറ്റവും നല്ല നന്മകൾ ലഭിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കട്ടെ. കേരളോത്സവത്തിൻ്റെയും അതുപോലെ തന്നെ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെയും ഭാഗമായി കലാ, സാഹിത്യ, ശാസ്ത്ര, സാംസ്കാരിക എല്ലാ രംഗങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരുപാട് പരിപാടികൾ നടക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഈ കഥയരംഗം നടക്കുന്നു എന്നതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. സത്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മലയാള കഥയുടെ കുലപതിയായ ടി പത്മനാഭൻ സാറായിരുന്നു, അല്ലെങ്കിൽ അശോകൻ ചെരുവിൽ മാഷ്. അവർ രണ്ടുപേരുടെ അഭാവത്തിൽ ഒരു കുറച്ച് നേരം മുമ്പ്, ഒരു 10-20 മിനിറ്റ് മുൻപാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം എനിക്ക് വന്ന് ഭവിച്ചത്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സംഭാഷണം നടത്തുവാനായിട്ട് ഞാൻ തയ്യാറായിരുന്നില്ല. മനസ്സിൽ ഉദിക്കുന്ന 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട്, കാരണം പ്രധാനമായിട്ടും ഇത് കഥയരങ്ങാണ്. അപ്പോൾ കഥയരങ്ങിൽ ഞാൻ വന്നിട്ട് എന്തെങ്കിലും കസർത്തുകളൊക്കെ പറയുന്നത് വലിയ കഥയില്ല, അത് കഥയില്ലായ്മയായി മാറും. നിങ്ങൾ കഥ കേൾക്കാൻ വന്നവരാണ്. കഥ നമ്മുടെ ഒരുപാട് രൂപപരിണാമങ്ങളിലൂടെ കഥ സഞ്ചരിച്ച് ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്ന് കഥയെ പിന്തുടരുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു 1889-ലോ 91-ലോ മറ്റോ ആണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വാസനാവികൃതി എന്ന ഒരു മാസികയിൽ അന്ന് ആദ്യം രചിച്ച ഒരു കഥ. ആ കഥയുടെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വാസനാവികൃതി മാസികയുടെ പേര് വാസനാവികൃതി അല്ല, കഥയുടെ പേര് വാസനാവികൃതി. വിദ്യാനികേതിനി, ആ വിദ്യാനികേതിനി എന്നുള്ള മാസികയിൽ വാസനാവികൃതി എന്ന കഥ. ശരിയാണ്, ചെറിയൊരു ഓർമ്മ പിശക് വന്നതാണ്. കാരണം ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർഡ് അല്ലായിരുന്നു, പെട്ടെന്ന് മനസ്സിൽ ഓർത്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിന് ശേഷം പിന്നെ കഥ ഒരുപാട് രൂപപരിണാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. കഥ സാമൂഹ്യ ഉദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പിന്നീട് ഒരു കാലഘട്ടം വരുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെയും അല്ലെങ്കിൽ അതിനുശേഷം ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നെ കഥയെ കുറച്ചുകൂടി ഈ സാമൂഹ്യ ഉദ്ധാരണം എന്നുള്ള ആ ഒരു ഭാരത്തിൽ നിന്നും കുറച്ച് മോചിപ്പിച്ച് അതിനെ കലാത്മകമായിട്ട് ചിത്രീകരിക്കുന്ന വേറെ ഒരു തലമുറ വരുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ബഷീർ, തകഴി, കേശവദേവ്, പാറപ്പുറത്ത്, അങ്ങനെ ഒരുപാട് കഥാകൃത്തുക്കൾ. അവരെ തുടർന്ന് നമ്മൾ സക്കറിയയെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെയും M മുകുന്ദനെയും അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കാണുന്നു. പിന്നീട് ഒരു തലമുറ സുഭാഷ് ചന്ദ്രൻ്റെയും E സന്തോഷ് കുമാറിൻ്റെയും ഒക്കെ ഒരു തലമുറ. ഞാൻ എല്ലാവരുടെയും പേര് പെട്ടെന്ന് മനസ്സിൽ വന്ന കുറച്ച് പേര് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതുപോലെ PF മാത്യൂസ്, നമ്മുടെ പ്രിയങ്കരനായ കഥാകൃത്ത്, കഴിഞ്ഞ OV വിജയൻ അവാർഡ് കഥയ്ക്ക് കിട്ടി. അടുത്തടുത്തായിട്ട് അവാർഡുകളുടെ പെരുമഴയാണ്. കുറച്ച് നാൾ ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയിരുന്നിട്ട് പിന്നെ പെരുമഴയാണ്. അപ്പോൾ OV വിജയൻ അവാർഡ് അദ്ദേഹത്തിന് മുഴക്കം എന്ന കഥാസമാഹാരത്തിന് അടുത്തിടയ്ക്ക് എത്തി. സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ അവാർഡുകൾ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരൻ. അവിടെ നിന്ന് ഏറ്റവും താഴെ തലമുറയിലുള്ള, അതുപോലെ സിതാര, നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാനോ പറയാതിരിക്കാനോ പറ്റാത്ത പേരാണ്. എത്രയോ ശക്തമായ കഥകളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഏറ്റവും പുതിയ തലമുറയിലുള്ള ശബ്ന, അതുപോലെ രമ്യ, ലതാലക്ഷ്മി തുടങ്ങി ശക്തരായ ഒരുപാട് കഥാകൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കഥ അപ്പോൾ നമുക്ക് അവരുടെ കഥകൾ കൂടുതലായിട്ട് കേൾക്കാം. കഥ എങ്ങനെയാണ്, ഇപ്പം ഞാനിവിടെ ഒരു കഥ അവതരിപ്പിക്കാനായിട്ട് ആദ്യം മനസ്സിൽ വിചാരിച്ചത്, ഇത്തവണ ചെറുകഥയ്ക്ക് പത്മരാജൻ അവാർഡ് കിട്ടിയ വെള്ളിക്കാശ് എന്ന കഥയായിരുന്നു ഞാൻ ആദ്യം മനസ്സിൽ ആഗ്രഹിച്ചത്. അത് പിന്നെ ഞാൻ വിചാരിച്ചു, വേറെ ഒരു രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതായത് ഈ കഥ നമ്മളിലേക്ക് എഴുത്തുകാരനിലേക്ക് കഥ കടന്നു വരുന്ന പല വഴികളുണ്ട്. അത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളെ ഉടക്കി വലിച്ചുകൊണ്ട് നമ്മിലേക്ക് വിത്തായിട്ട് കടന്നു വരാൻ ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ഒരു കാഴ്ചയായിരിക്കാം, ഒരു സംഭാഷണമായിരിക്കാം. നമ്മിലേക്ക് കടന്ന് മനസ്സിലൊരു മഥനം നടത്തി രൂപാന്തരപ്പെടുത്തി അത് കഥയായി മാറുന്നു. പിന്നെ ബുദ്ധിയുടെ ഒരു ഇടപെടലിലൂടെ അതിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ കൂടുതൽ മിനുക്കുന്നു. ഇങ്ങനെ പലതരം പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു കഥ കടന്നു വരുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ വളരെ ഇമ്പൾസീവായിട്ട് കടന്നു വരുന്ന ചില കഥകളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഈ ശവങ്ങളിൽ 16 എന്ന് പറഞ്ഞ് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് തുടക്കകാലത്ത് ഒരു രാത്രിയിൽ നമ്മൾ അന്നൊക്കെ ഈ ഏഷ്യാനെറ്റിൽ കണ്ണാടി എന്നുള്ളൊരു പ്രോഗ്രാം ഉള്ളത് നിങ്ങൾക്കൊക്കെ കാണാം. അപ്പോൾ ആ കണ്ണാടിയിലെ പ്രോഗ്രാം ഞാനൊരു രാത്രി 11 മണിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ കാണുന്നത് ഒരു യുവാവ്, ചെറുപ്പക്കാരൻ, അന്ന് ഞാനും യുവാവാണ്, എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരു യുവാവ് ഒരു നഗ്നമായ ഒരു മൃതശരീരത്തെ തോളിലേറ്റിക്കൊണ്ട്, അതൊരു അനാഥ മൃതശരീരമാണ്, അതിനെ തോളിലേറ്റിക്കൊണ്ട് അദ്ദേഹം നടന്ന് ഒരു വലിവണ്ടിയിൽ കൊണ്ടുവന്ന് തോളിലേറ്റുന്നു. ഒറ്റയ്ക്ക് നടന്ന് താൻ തന്നെ കുഴിച്ച ഒരു കുഴിയിൽ കൊണ്ടുപോയി ഒരു അജ്ഞാത ജഡത്തെ മറവ് ചെയ്യുന്നു. ആ യുവാവിൻ്റെ ജീവിതം പെട്ടെന്ന് ആ കാഴ്ച എന്നെ ഒന്ന് പിടിച്ചുലച്ചു.
അന്നേരം തന്നെ മനസ്സറിയാതെ പിടഞ്ഞ് ശവം നഗ്നനായിരുന്നു എന്ന ഒരൊറ്റ വാചകത്തിൽ ആ കഥ ഇമ്പൾസീവായിട്ട് അങ്ങനെ കഥ തുടങ്ങാം. എന്നാൽ ഞാൻ ഇന്ന് വായിക്കുന്ന കഥ ജംബോ എന്നൊരു കഥയാണ്. ഈ കഥയ്ക്ക് പിന്നിൽ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് VSSCയിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്ത സമയത്ത്, ആ കാലത്ത് ഞങ്ങൾക്ക് ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് ബാംഗ്ലൂർ വരെ പോകേണ്ട കാര്യം, NIL ഒരു ടെസ്റ്റ് നടത്തണം. ഞാൻ PSLV പ്രോജക്റ്റിലാണ്. അപ്പോൾ PSLVയുടെ ഹീറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു താപകവചം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഈ സാറ്റലൈറ്റിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്, ചൂടിൽ നിന്നും വിൻഡിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന താപകവചം. അതൊരു 3.2 മീറ്റർ ഡയമീറ്ററും ഒരു 2-3 മീറ്റർ ഹൈറ്റുമുള്ള ഒരു വലിയ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അക്കോസ്റ്റിക് ടെസ്റ്റ് നടത്താൻ ഇവിടെ നമുക്ക് ഫെസിലിറ്റി ഇല്ല. അത് NIL വേണം പോയി ചെയ്യാനായിട്ട്. അങ്ങനെ NIL ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഏതാണ്ട് 1-2 ആഴ്ച നീളുന്ന ഒരു പ്രവർത്തനമാണത്. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് മജസ്റ്റിക് സർക്കിളിനടുത്തുള്ള മയൂര എന്ന ഹോട്ടലിലാണ്. അപ്പോൾ രാവിലെ ഒരു ടെമ്പോ ട്രാവലർ വന്ന് ഞങ്ങളെ കളക്ട് ചെയ്യും, അവിടെ പോകും, ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു വരും. ഇങ്ങനെ ദിവസവും രാവിലെയും വൈകിട്ടുമുള്ള അങ്ങോട്ടുമുള്ള യാത്രയിൽ വൈകുന്നേരങ്ങളിൽ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കടയുണ്ട്. കിഡ്സ് കം, KEMP ആണ്, കിഡ്സ് കം എന്ന് പറഞ്ഞൊരു കട. അതായത് പാവകളെ, കുട്ടികൾക്കുള്ള പാവകളെ വിൽക്കുന്ന ഒരു കടയാണ്. ആ കടയിൽ ഒരുപാട് പാവകൾ നിരന്നിരിക്കുന്നു. പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം നമുക്കവിടെ ഒരു കാഴ്ച കാണാം. ഒരു മനുഷ്യനാണ്, ഒരു ചെറിയ കുട്ടിയായിരിക്കാം ഒരു പക്ഷേ, ഓരോ ദിവസവും ഓരോ പാവയുടെ വേഷം അണിഞ്ഞിട്ട് അവിടെ വാതിക്കൽ വന്ന് നിന്ന് ഇങ്ങനെ ആടുകയോ പാടുകയോ അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. എന്തൊരു ചൂടായിരിക്കും ഒരു പക്ഷേ ആ വേഷത്തിനുള്ളിൽ, എത്രയോ മണിക്കൂറുകൾ നിൽക്കണം. അപ്പോൾ ആ ഓരോ ദിവസവും വേഷപ്പകർച്ച, ഒരു ദിവസം അത് ഡൊണാൾഡ് ഡക്ക് ആയിരിക്കും, വേറൊരു ദിവസം ജംബോ എന്ന ആനയായിരിക്കാം. ഇങ്ങനെ പലതായിട്ട് മാറി വേഷപ്പകർച്ചയിൽ അവിടെ ഇരിക്കുന്ന അതൊരു കുട്ടിയാണെങ്കിൽ എന്ന് എൻ്റെ മനസ്സറിയാതെ വ്യാകുലപ്പെട്ടു. കാരണം പൊക്കക്കുറവായതുകൊണ്ട് കുട്ടിയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ തടഞ്ഞ ഒരു തട്ടി, അതിൽ നിന്നും ഉണ്ടായ ഒരു കഥയായിരുന്നു ജംബോ എന്നുള്ള കഥ. അത് മാതൃഭൂമിയിൽ വന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ കഥയ്ക്ക് വേറൊരു പശ്ചാത്തലം കൂടി എന്താണെന്ന് വെച്ചാൽ, ആ ഇടയ്ക്ക് എറണാകുളത്ത് ഒരു പത്രവാർത്ത കണ്ടു. എറണാകുളത്തെ രവിപുരത്തുള്ള ഒരു ഫ്ലാറ്റിൽ, ആ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അവരുടെ ജോലിക്കാരിയായ ഒരു കുട്ടിയെ, 7-8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ ഫ്ലാറ്റിൽ അടച്ചിട്ടതിന് ശേഷം അവരെവിടെയോ പോയി, അവരുടെ നാട്ടിലോ അങ്ങോട്ട് പോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടിക്ക് ഭക്ഷണമൊന്നും കഴിക്കാനില്ല. ആ കുട്ടി എങ്ങനെയോ ഒരു ജനൽ തല്ലി തുറന്നിട്ട് പുറത്തേക്ക് നോക്കി കൈവീശി നിലവിളിക്കുന്നു. ആൾക്കാർ അവിടെ ചെന്ന് ആ കുട്ടിയെ രക്ഷിച്ച ഒരു സംഭവം. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു വാർത്തയായിട്ട് വെറുതെ വായിക്കും, ചിലപ്പോൾ നമ്മുടെ മനസ്സിലും തട്ടിപ്പോകും. പക്ഷേ ഇത്തരം 2 വാർത്തകൾ ചേരുമ്പോൾ അതിന് ഒരു കഥാകൃത്തിൻ്റെ മനസ്സിൽ ഒരുപാട് മഥനം നടത്താനും അതിൽ നിന്നും ഒരു കഥ ഉണ്ടാകുവാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2001 പ്രസിദ്ധീകരിച്ച ഒരു കഥ ഞാൻ എടുക്കാൻ ധൈര്യപൂർവ്വം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കഥ അത് കാലത്തെ അതിജീവിക്കുമോ എന്ന് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടത് കൂടി ഉണ്ട്. ഇന്ന് ഏതാണ്ട് 22-23 വർഷം മുൻപ് എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കഥ വായിക്കാനായിട്ട്, ശരി അങ്ങനെ തന്നെ വായിച്ചേക്കാമെന്ന് ഞാനങ്ങ് വിചാരിക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ നമ്മൾ ഒരുപാട് നല്ല കഥകൾ കടന്നു വരും. ആ കഥകളെല്ലാം നമുക്ക് കേൾക്കുകയും നമ്മുടെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ കഥയെ ആഗ്രഹിച്ച് കേൾക്കാൻ എത്തി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥയരങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒപ്പം ഞാൻ എൻ്റെ കഥയും വായിച്ചുകൊണ്ട് ഇത് തുടങ്ങാം. കഥയുടെ പേര് ജംബോ. പ്രത്യേക അവധിക്കാല കിഴിവ്. ഈ വേനലവധി കുട്ടികൾ ആഘോഷമാക്കട്ടെ. പ്രത്യേക ആനുകൂല്യമെന്ന നിലയ്ക്ക് കിഡ്സ് ലാൻഡിൽ നിന്ന് വാങ്ങുന്ന ഏതു പാവയ്ക്കും 25% കിഴിവുണ്ടായിരിക്കുന്നതാണ്. വരൂ, അവധിക്കാലം പാവകൾക്കൊപ്പം ചെലവഴിക്കൂ. കിഡ്സ് ലാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ജംബോയെ കണ്ടപ്പോൾ തന്നെ അതിനെ സ്വന്തമാക്കണമെന്ന് നിഖിൽ തീർച്ചപ്പെടുത്തി. ഡാഡി, ഐ വാണ്ട് ദാറ്റ് എലിഫൻറ്റ്. നോ നിഖിൽ, യു കാൺറ്റ് ബൈ ദാറ്റ്. വൈ? ഇറ്റ്സ് നോട്ട് എ ഡോൾ. ആനയുടെ ചട്ടക്കൂടിൽ ഒളിച്ചിരുന്ന് തലയും തുമ്പിക്കൈയും ആട്ടുകയും ബാലസന്ദർശകരുടെ കൗതുകം തൊട്ടുണർത്തുകയും ചെയ്യുന്നത് നിഖിലിനേക്കാൾ 2 വയസ്സ് മൂപ്പുള്ള ഒരു ചെറുക്കനാണ്. ഇന്നലെ അവൻ ഡൊണാൾഡ് ഡക്കായിരുന്നു, മിനിയാന്ന് മിക്കി മൗസ്, ഇനി നാളെ സൂപ്പർമാനോ ഫാൻറ്റമോ ആയെന്നു വരും. ദിവസേനയുള്ള അവൻ്റെ ആയിത്തീരലുകൾ നിശ്ചയിക്കുന്നത് അവനല്ല. ഓരോ നാളും അവന് പേറേണ്ട വ്യത്യസ്ത വേഷങ്ങൾ കടയുടമയുടെ നിശ്ചയമാണ്. കട തുറക്കുമ്പോൾ അതിനുള്ളിൽ അവൻ കയറിക്കൂടണം. അടയ്ക്കുവോളം അത് ധരിച്ച് വിശാലമായ കടയുടെ മുൻപിൽ സന്ദർശകരെ സ്വാഗതം ചെയ്തു നിൽക്കണം. അങ്ങനെ ഓരോ നാളും ഓരോ ജീവിജന്മങ്ങൾ ഏറ്റെടുക്കുമ്പോൾ
ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ അവനെ കാണുകയും മാതാപിതാക്കളെ കാർ നിർത്താൻ നിർബന്ധിച്ച് കടയിലേക്ക് പിടിച്ചു വലിക്കുകയും വേണം. ഇത്രയുമായാൽ അവന് തൻ്റെ നയചാതുരികൾ എടുത്തുപയോഗിക്കേണ്ടതുണ്ട്. ആദ്യം ഒരു അഭിവാദനം, പിന്നാലെ ഒരു ഹസ്തദാനമോ കവിളിൽ ഒരു സ്പർശമോ. ഡൊണാൾഡ് ഡക്ക് തങ്ങളുടെ കൈ പിടിച്ച് കുലുക്കിയാലും മിക്കി മൗസ് കവിളിൽ തലോടിയാലും കോരിത്തരിക്കാത്ത ബാല്യമുണ്ടോ? ബാല്യത്തിൻ്റെ ആ തരിപ്പിലാണ് കളിപ്പാട്ട കേന്ദ്രത്തിൻ്റെ കച്ചവട സാധ്യത കുടികൊള്ളുന്നതും അന്തിക്ക് അവന് കിട്ടുന്ന കൂലിപ്പണം നിലനിൽക്കുന്നതും. അതിനു പാകത്തിൽ കുട്ടികളെ വശീകരിക്കേണ്ടതെങ്ങനെയെന്ന് 7 വയസ്സുള്ള അവൻ്റെ പ്രായോഗിക ബുദ്ധി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കിഡ്സ് ലാൻഡ് ഒരു മായിക ലോകമാണ്. ബാല്യം ആശപ്പെട്ടു പോകുന്നതെല്ലാം അവിടെ കൈതൊടാൻ പാകത്തിൽ ചുറ്റുമുണ്ടെങ്കിലും അതിലേറ്റവും വില കുറഞ്ഞതുപോലും തനിക്ക് പ്രാപ്യമല്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ കൈയാളുന്ന ഈ വേഷവൈവിധ്യമെല്ലാം തൻ്റെ തന്നെയാണെന്ന് ഒരു മുതിർന്ന ജ്ഞാനിയെപ്പോലെ അങ്ങ് കരുതുന്നതായിരുന്നു സൗകര്യം. സ്വന്തം മുതലിനെ ആരും വില കൊടുത്ത് വാങ്ങേണ്ടതില്ലല്ലോ. പാവകളുമായി സമ്പർക്കമില്ലാതെ വീട്ടിൽ പനിച്ചു കിടക്കുന്ന അനിയത്തിക്കും തന്നോളമാവുമ്പോൾ ഏതെങ്കിലും പാവവേഷത്തിൽ കയറിക്കൂടി കൊതി കെടുത്താനായേക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പനി പുറത്ത് വേഗം വളർന്ന് അവൾക്കത് സാധിക്കുന്നതിലേക്ക് ഒറ്റശാങ്കടവ് ഗണപതിക്ക് ഒരു പ്രാർത്ഥന പോയിട്ടുമുണ്ട്. ചേരിയിലെ തകരക്കൂട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പനിച്ചു കിടന്നവൾ രാവിലെ ചോദിച്ചിരുന്നു, ഏതാ ചേട്ടനിന്ന് വേഷം? വേഷം സ്വയം നിശ്ചയിക്കുന്നതല്ലാത്തതിനാൽ അതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ അവനാകുമായിരുന്നില്ല. കട തുറക്കുന്ന നേരമായതിനാൽ അറിയില്ലെന്ന് തിടുക്കത്തിൽ ആംഗ്യം കാട്ടി ജംബോ ആയി തീരാനായി അവൻ ഇറങ്ങിത്തിരിച്ചു. വാൾട്ട് ഡിസ്നി ചിത്രത്തിൽ നിന്നിറങ്ങി വന്ന ഈ വേഷം കണ്ടാൽ തകരക്കൂട്ടിലെ പനിക്കിടക്കയിൽ നിന്നും ചൂടൊഴിഞ്ഞു പോയേനെ എന്നോർത്ത് കൈകാലനക്കി തുമ്പിക്കൈയാട്ടി കുട്ടികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സർ, കുട്ടിക്ക് വേണമെങ്കിൽ വി ഹാവ് മെനി പീസസ് ഓഫ് ജംബോ കളക്ഷൻ. നിഖിലിൻ്റെ ശാഠ്യത്തെ നല്ലൊരു കച്ചവട സാധ്യതയിലേക്ക് ഉന്തിയടിപ്പിക്കാനായി സെയിൽസ്മാൻ പറഞ്ഞു. ഷോമി. സിദ്ധാർത്ഥനും നിഖിലിനും മുൻപിൽ ആനകളുടെ ഒരു വിസ്മയ സാമ്രാജ്യം തുറക്കപ്പെട്ടു. വിവിധ ആകാരവലിപ്പമുള്ള ഗജവീരന്മാർ, പരന്ന മസ്തകവും തലയെടുപ്പുമുള്ള കൊമ്പന്മാർ, പറക്കെഴുന്നള്ളത്ത്, ആന നീരാട്ട്, മല്ലയുദ്ധം തുടങ്ങി വ്യത്യസ്ത ഭാവങ്ങൾ. എന്നാൽ ആന കേന്ദ്രപ്രമേയമായ ആ പാവ വൈവിധ്യങ്ങളൊന്നും നിഖിലിനെ തൃപ്തനാക്കിയില്ല. വാതിൽക്കലെ ജംബോയെ ചൂണ്ടി അവൻ ശഠിച്ചു. ഐ വാണ്ട് ദാറ്റ് ലൈവ് ജംബോ. നിഖിൽ, ഐ ടോൾഡ് യു കാൻറ്റ് ബൈ ദാറ്റ്. അയാൾ നഗരത്തിലെ ആഭ്യന്തര സുരക്ഷ കാക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും അയാളുടെ പോലീസ് കാർക്കശ്യമൊന്നും വകവെച്ചു കൊടുക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല നിഖിൽ. നീക്കുപോക്കില്ലാത്ത അവൻ്റെ നിലപാട് സിദ്ധാർത്ഥനെ പിന്നെയും ചൊടിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഡോൾ മാത്രമാണ്, അതുപോലൊന്ന് വാങ്ങി നിനക്കും തരാം, യു വെയർ ദാറ്റ്. ഒരു പാവവേഷത്തിനും ജീവനുള്ള ആനയ്ക്കുമിടയിൽ അനന്തവിസ്മയത്തിൻ്റെ ദൂരമുണ്ട്. നിഖിലിൻ്റെ കമ്പം ജംബോയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ബഹളം വെച്ച് പരിസരത്തുള്ളവരുടെ ശ്രദ്ധ അപഹരിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ സിദ്ധാർത്ഥൻ IPSന് പോലീസ് മുറയിൽ ദേഷ്യം വന്നു. ഡർട്ടി ബോയ്, ഐ എം നോട്ട് ഗോയിങ് ടു ബൈ എനിത്തിങ് ഫോർ യു. നിഖിൽ എന്ന കുട്ടിയുടെ വാശിപരാക്രമങ്ങൾ ജംബോയ്ക്കുള്ളിലെ 7 വയസ്സുള്ള ഹൃദയത്തെ ക്രമാതീതമായി മിടിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഒരുപാട് കുട്ടിശാഠ്യങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും അവയൊന്നും അവൻ്റെ പാവവേഷത്തെ ഇന്നോളം ഉന്നം വെച്ചിരുന്നില്ല. സർ പ്ലീസ്, കുട്ടിയല്ലേ? കടയുടമ ഒരു നീക്കുപോക്കിന് ശ്രമിച്ചു. കുട്ടികൾക്കും വേണം ഇത്തിരിയൊക്കെ കോമൺ സെൻസ്. ഒരു കൊച്ചുകുട്ടിയെ ക്രമസമാധാനം പഠിപ്പിക്കാനാവാത്തവൻ നഗരത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ എന്ന് പിറുപിറുത്ത് വഴക്കിടുന്ന മകനെ വലിച്ചിഴച്ച് സിദ്ധാർത്ഥൻ പുറത്തേക്ക് നടക്കുമ്പോൾ കൈവിട്ടു പോകുന്ന കച്ചവട സാധ്യതയെക്കുറിച്ച് വിചാരപ്പെടുകയായിരുന്നു കടയുടമ. നഗരത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഭാവിയിലും ആവശ്യമുണ്ടായേക്കുമെന്ന് അയാൾക്കറിയാം. ഡോണ്ട് വറി, അയാൾ മുന്നോട്ട് ചെന്ന് നിഖിലിൻ്റെ തോളിൽ ചട്ടി ആശ്വസിപ്പിച്ചു. യു വാണ്ട് ദിസ് ജംബോ? അവൻ അവിശ്വാസത്തോടെയും എന്നാൽ ദൃഢമായും പറഞ്ഞു. യെസ്. ദെൻ ടേക്ക് ഹിം, ഹീ ഈസ് യുവേഴ്സ്. ഏയ്, എന്താണിത്? സിദ്ധാർത്ഥൻ IPS കടയുടമയോട് ചോദിച്ചു. സാരമില്ല സാർ, കുട്ടി അവനെ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് കളിച്ചോട്ടെ. സൗകര്യം പോലെ കടയടയ്ക്കും മുൻപ് ഇങ്ങനെ എത്തിച്ചാൽ മതി. അതുവരെ മറ്റൊരു കുട്ടിയെ മിക്കി മൗസോ ഡൊണാൾഡ് ഡക്കോ ആയി നിർത്തിക്കൊള്ളാം. വലിയ വീട്ടിലെ കുട്ടിക്ക് താൻ അടിമ കളിപ്പാട്ടമാവുന്നതറിഞ്ഞ് ജംബോയ്ക്കുള്ളിലെ ഹൃദയം ഉച്ചത്തിലൊന്ന് പിടഞ്ഞു. അന്തിക്ക് തരപ്പെടുമെന്ന് മോഹിച്ച ചില്ലറയ്ക്കും തകരക്കൂട്ടിലെ പനിപ്പായയ്ക്കുമിടയിൽ കുഴങ്ങി നിൽക്കുമ്പോൾ അവൻ ഓർത്തത് വീട്ടിലൊരുവൾ തനിച്ചാണല്ലോ എന്നായിരുന്നു. ദിവസപ്പണിക്ക് പോയ അച്ഛനും അമ്മയും കഴിഞ്ഞ പേമാരിക്കാലത്തെ ഒഴുക്കിൽ നിന്ന് ഇനിയും തിരിച്ചു വന്നിട്ടില്ല. ആന മനസ്സിലെ വിചാരങ്ങൾ അന്യരിലെത്തിക്കാൻ പറ്റാത്ത വിധം ജന്മന മൂകനുമായിരുന്നു അവൻ. സഹതാപത്തിൻ്റെ പേരിൽ നൽകപ്പെട്ട ജോലിയോട് കൂറ് കാട്ടേണ്ടതുള്ളതിനാൽ കൈകാലനക്കുകയും സ്വയം ചലിക്കുകയും ചെയ്യുന്ന വെറുമൊരു പാവ മാത്രമാണവൻ. വെറും പാവ. പാവയ്ക്ക് പാവകളുടെ രഹസ്യമറിയൂ.
പാവകൾക്കും കേൾവിശക്തിയുണ്ടെന്നും മനുഷ്യരോടവ മിണ്ടുന്നില്ലെങ്കിൽ അത് സംസാരശേഷി ഇല്ലാത്തതിനാലാണെന്നും അവൻ അറിഞ്ഞിരുന്നു. ഉള്ളിൽ തന്നെ ഒടുങ്ങുന്ന മൂകശബ്ദങ്ങളാണ് അവയുടെ ഭാഷണങ്ങൾ. ആദ്യമായിട്ടായിരുന്നു അവനൊരു കാറിൽ, അതും ആഡംബര കാറിൽ സഞ്ചരിച്ചത്. അവൻ്റെ സങ്കോചവും പകപ്പും ജംബോയുടെ കവചത്തിൽ അടങ്ങിയതിനാൽ അതാരും കണ്ടില്ല. നനവുള്ള ഇരു കണ്ണുകൾ മാത്രം പുറമേക്ക് തിളങ്ങി നിന്നു. അതിലൂടെ നഗരത്തിൻ്റെ ഗതാഗത കുരുക്കുകളും മോടിത്തിളക്കങ്ങളും തെന്നി അകന്നുകൊണ്ടിരുന്നു. ഒരുപാട് ചുറ്റിത്തിരിയലുകൾ താണ്ടി ഉന്നതസ്ഥാനീയർ മാത്രം പാർക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലെത്തി കാർ നിന്നു. നിരാർദ്രമായ അന്തരീക്ഷത്തിലേക്ക് ഡോർ തുറന്ന് നിഖിൽ തനിക്കാദ്യമായി ലഭിച്ച ജീവനുള്ള കളിപ്പാട്ടത്തെ ക്ഷണിച്ചു. കമോൺ ജംബോ. പിന്നെ അവൻ വീട്ടകത്തേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മമ്മി ഐ ഗോട്ട് എ ജംബോ. ഭൂമി ഒന്നു തകിടം മറിഞ്ഞു പൊടുന്നനെ. ഇരുട്ടിൽ നിന്ന് ഉരുവം കൊണ്ട പോലെ രാക്ഷസാകാരം പൂണ്ട ഒരു കറുത്ത നായ പാഞ്ഞെത്തുകയും ജംബോയ്ക്ക് നേരെ കുരച്ചുകൊണ്ട് കുതിച്ചു ചാടുകയും ചെയ്തു. ഭയന്നുപോയ ജംബോ വന്യമായി നിലവിളിച്ചതും സിദ്ധാർത്ഥൻ ബെറ്റി സ്റ്റോപ്പ് ദെയർ എന്നലറിയതും ഒന്നിച്ചു കഴിഞ്ഞു. ഏതാണ്ട് കടിച്ചു കുടയാവുന്നിടത്തോളം എത്തിയ ബെറ്റി അറച്ചുപോയില്ലായിരുന്നെങ്കിൽ ജംബോയെ അവൾ പിച്ചു കീറിയാനെ. അത്രയ്ക്ക് വലിപ്പമുണ്ടായിരുന്നു ബെറ്റിക്ക്. കടിയേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും ഭയന്ന് നിലത്ത് വീണുപോയിരുന്നു ജംബോ. ഒരു ജീവിതത്തിന് കുറിക്കാവുന്ന ഏറ്റവും പെരുകിയ ശ്വാസനിരക്കും ഹൃദയമിടിപ്പും ഭൂമിയിൽ ആ നിമിഷം കുറിക്കപ്പെട്ടു. മനുഷ്യർക്ക് മിനിറ്റിൽ 72 ഹൃദയസ്പന്ദമെങ്കിൽ പാവകൾക്കത് ഇരട്ടിയിലധികമാണ് ചിലപ്പോൾ. ഓ ബെറ്റി, വാട്ട് ഡിഡ് യു ഡു? നിഖിൽ ശാസിച്ചു. ബഹളം കേട്ട് പുറത്തു വന്ന നന്ദിനി സിദ്ധാർത്ഥൻ വീട്ടുമുറ്റത്ത് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആനക്കുട്ടിയെ കണ്ട് തിരക്കി. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? ഫ്രം ദി ഷോപ്പ് കിഡ്സ് ലാൻഡ്. സ്ഥാനം തെറ്റുമാറി പിടയ്ക്കുന്ന ഹൃദയത്തോടെ ജംബോ എന്തു വേണ്ടു എന്നറിയാതെ നിന്നു. ഭീമാകാരമായ ഗേറ്റും സിംഹത്തേക്കാൾ വലിയ നായയും ചേരിക്കപ്പുറം നിലനിൽക്കുന്ന തേച്ചു മിനുക്കിയ ലോകവും അവന് പരിചിതമല്ല. കാട് തെറ്റി നാട്ടിൽപ്പെട്ട മൃഗത്തെപ്പോലെ പരിഭ്രാന്തനായിരുന്നു അവൻ. അതിനിടയിലും നിഖിലിൻ്റെ ആജ്ഞയ്ക്ക് പ്രതിഷേധമില്ലാതെ വഴങ്ങേണ്ടി വന്നു അവന്. ചാടാൻ പറഞ്ഞപ്പോൾ ചാടി, തുമ്പിക്കൈ ആട്ടാൻ പറഞ്ഞപ്പോൾ ആട്ടി. ഏത് കൊമ്പനെയും തളയ്ക്കുന്ന പാപ്പാൻ്റെ അഹന്തയോടെ നിഖിലിന് ആനപ്പുറത്തും കയറണമായിരുന്നു. ടേൺ ലെഫ്റ്റ്. വലത് തോളിൽ തട്ടി പാപ്പാൻ അലറിയപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിവില്ലാഞ്ഞിട്ടും ജംബോ ഇടത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇടത് തോളിൽ അടി വീണു. ടേൺ റൈറ്റ്. പ്രായത്തിൽ അവനേക്കാൾ താഴെയായിരുന്നെങ്കിലും ഭാരത്തിൽ അവനേക്കാൾ മീതെയായിരുന്നു നിഖിൽ. ആനകളിക്കാൻ പുറത്തിരിക്കാറുള്ള അനിയത്തിക്ക് പ്രാവിൻ കുഞ്ഞിൻ്റെ ഭാരമേ വരൂ. എന്നിട്ടും കളിക്കിടെ അവൾ ഉദ്വേഗപ്പെട്ടിരുന്നു. മതി ചേട്ടന് നോവും. നടുവ് വളഞ്ഞ ചാപത്തിന്മേൽ എയ്യാൻ കുലച്ച അമ്പുപോലെ നിഖിലിൻ്റെ ഭാരം. ഇടയ്ക്കിടെ സിദ്ധാർത്ഥൻ മകൻ്റെ വികൃതിയെ അലസമായി ശാസിച്ചു കൊണ്ടിരുന്നെങ്കിലും ഒരു നിലയ്ക്കും പ്രതികരിക്കാൻ ബാധ്യതയില്ലാത്ത പോലെയായിരുന്നു നിഖിലിൻ്റെ പെരുമാറ്റം. ബെറ്റിയെ കെട്ടുന്ന തുടൽ അഴിച്ചുകൊണ്ടുവന്ന് ജംബോയുടെ അരയിൽ കൊളുത്തി കട്ടിലിൻ്റെ കാലിനോട് ചേർത്ത് തളച്ചു. അറ്റം വളഞ്ഞ ഒരു ആനത്തോട്ടി ഉണ്ടാക്കി ഇടയ്ക്കിടെ അവൻ ജംബോയെ തോണ്ടി വലിച്ചു കൊണ്ടിരുന്നു. കമോൺ, സ്റ്റാൻഡ് ഓൺ സിംഗിൾ ലെഗ്, അവൻ ആജ്ഞാപിച്ചു. ആ ആജ്ഞയുടെ മലയാള പരിഭാഷ അറിയാതെ ജംബോ പകച്ചു നിന്നു. പക്ഷേ നിഖിൽ കണ്ട കാർട്ടൂണുകളിലെ ജംബോ എല്ലാ ഇംഗ്ലീഷ് ആജ്ഞകളും ശിരസ്സാ വഹിക്കുന്നവനായിരുന്നു. അനുസരണം കെട്ട ജീവിക്ക് പിന്നിൽ നിന്നൊരു ചവിട്ട് കൊടുക്കാനാണ് അവന് തോന്നിയത്. നിലതെറ്റി ജംബോ വീഴാൻ തുടങ്ങുമ്പോൾ വലിയൊരു കൊമ്പനെ നിസ്സാരമായി നിയന്ത്രിക്കുന്ന പാപ്പാനെ പോലെ നിഖിൽ അഹങ്കരിച്ച് ചിരിച്ചു. തുമ്പിക്കൈയും മുഖാവരണവും മാറ്റിയാൽ ജംബോയ്ക്കുള്ളിൽ ഏത് ജീവിയാവുമെന്നറിയാൻ ഒരാളും ആ വീട്ടിൽ താല്പര്യപ്പെട്ടില്ല. കീ കൊടുത്താൽ നിശ്ചിത വിദ്യകൾ കാട്ടുന്ന ഡോൾ മാത്രമായിരുന്നു അവർക്കവൻ. ഡോളിന് മുൻപിലിരുത്തി നിഖിലിനെ അവൻ്റെ മമ്മി നിർബന്ധിച്ച് ഹോർലിക്സ് കുടിപ്പിച്ചു. ന്യൂഡിൽസും ഫ്രൈഡ് ചിക്കനും കഴിപ്പിച്ചു. അതിലേറെയും മടുപ്പോടെ വിശക്കുന്ന ജംബോയ്ക്ക് മുന്നിൽ അവൻ ഉപേക്ഷിച്ചിട്ടിരുന്നു. എന്നിട്ടവൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ കളിയിലേക്ക് തന്നെ തിരിച്ചു ചെന്നു. കളിച്ച് രസിച്ച് നേരം കുറയങ്ങി ഇരുട്ടി. പാവയെ മടക്കി ഏൽപ്പിക്കേണ്ട നേരമായി. നിഖിൽ, ഷാൽ ഐ ടേക്ക് ഹിം ബാക്ക്? സിദ്ധാർത്ഥൻ ചോദിച്ചു. നോ. ഒരു നീട്ടിയ നിഷേധത്തിലൂടെയാണ് അവൻ സിദ്ധാർത്ഥനെ നേരിട്ടത്. വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലാത്തവൻ്റെ നിർബന്ധ ബുദ്ധിക്ക് നന്ദിനി സിദ്ധാർത്ഥനും പിന്തുണ പറഞ്ഞു. സാരമില്ല, ലെറ്റ് ഹിം എൻജോയ്. ഇനി എന്തായാലും നാളെ കൊടുക്കാം ജംബോയെ. നോ, ഐ വാണ്ട് ഹിം ടുമോറോ ടു. ഒറ്റ ദിവസം കൊണ്ട് കളിച്ചു മടുക്കുന്ന പതിവ് പാവകളേക്കാൾ ജംബോയെ ഇഷ്ടപ്പെട്ടു പോയതിനാൽ നാളെയും മറ്റന്നാളുമൊന്നും നിഖിൽ ഈ പാവയെ വിട്ടുകൊടുക്കുന്നതല്ല. കളിഭ്രമത്തെ ഉറക്കച്ചടവിലേക്ക് നീട്ടുന്ന ഘടികാര സൂചികൾ പല വൃത്തങ്ങൾ പൂർത്തിയാക്കി 10 മണിയിലെത്തി. സിദ്ധാർത്ഥനും നന്ദിനിയും ഇരുഘട്ടങ്ങളിലായി കട്ടിലേക്ക് ചാഞ്ഞു. നിഖിലിനെ ഇതിനകം ബെഡിലും ജംബോയെ സ്റ്റോർ റൂമിനടുത്തുള്ള ഇടനാഴിയിലും കിടത്തിയിരുന്നു. അണിഞ്ഞിരുന്ന ആനച്ചട്ടങ്ങൾ ഊരാൻ പറ്റാതെ അനിയത്തെക്കുറിച്ച് വേദനിച്ചും അധികഭാരം ചുമന്ന് തളർന്നും ജംബോ കിടന്നു. ഉറക്കം ആ വീടിൻ്റെ ഇടനാഴിയിൽ മാത്രം പ്രവേശിച്ചില്ല.
തകരക്കൂടിൻ്റെ പനിച്ച ഞരക്കങ്ങൾ ഇടയ്ക്കിടെ മുഴങ്ങിക്കേൾക്കുന്ന ഒരിടത്ത് ഉറക്കത്തിന് എത്തിപ്പെടുക സാധ്യമല്ല. അല്ലെങ്കിൽ തന്നെ ചുറ്റും പ്രപഞ്ചമാകെ ഉറങ്ങുമ്പോഴും ഒരു പാവ ഉറങ്ങിക്കൂടാ. ജംബോ എഴുന്നേറ്റു. മെല്ലെ നടന്ന് അവനെത്തിയത് നിലത്ത് നിഖിൽ ഉപേക്ഷിച്ചിട്ട ന്യൂഡിൽസിൻ്റെയും ഫ്രൈഡ് ചിക്കൻ്റെയും ഉച്ചിഷ്ടങ്ങൾക്കിടയിലാണ്. ഒരു പത്രക്കടലാസിലേക്ക് അവനവ പെറുക്കിയെടുത്തു. പനിയുടെയും വിശപ്പിൻ്റെയും ലോകത്തേക്കുള്ള വാതിൽ തുറക്കാൻ ചെന്നപ്പോഴാണ് കൈ എത്താത്ര പൊക്കത്തിലാണ് കുറ്റിയിട്ടിരിക്കുന്നതെന്ന് കണ്ടത്. അഥവാ കതകു തുറന്നാൽ കൂടി പുറത്ത് നേരിടാനുള്ളത് രാക്ഷസാകാരനായ നായയെയും ആകാശത്തോളം പൊക്കമുള്ള ഗേറ്റുമാണെന്നോർത്തതും അവൻ്റെ നിരാശതകൾ ശബ്ദമില്ലാത്ത ലോകത്തിന് സ്വയം കീഴടങ്ങി. ആധിയോടെ ഇടനാഴിയിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് മറ്റൊന്നും ചെയ്യാനില്ലാതെ തളർന്ന് നിലത്ത് ചാരിയിരുന്ന് അവൻ മെല്ലെ മെല്ലെ ഉറങ്ങിത്തുടങ്ങി. മനുഷ്യൻ്റേതല്ലാത്ത ബാഹ്യരൂപത്തിൽ അവൻ്റെ ആദ്യത്തെ ഉറക്കമായിരുന്നു അത്. അതിനിടെ വീട്ടിലെ ടെലിഫോൺ ശബ്ദിക്കുന്നത് ഞാൻ ഇടയ്ക്ക് എവിടെ കുറച്ചൊന്ന് മിസ് ചെയ്തു. ഞാൻ പ്രിൻ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. അവിടെ എനിക്കൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതായത് ആ സമയത്ത് ഒരു ടെലിഫോൺ റിങ് ചെയ്യുന്നു. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ മരണപ്പെട്ട വാർത്തയുമായിട്ടുള്ള ഒരു ടെലിഫോണായിരുന്നു. ഈ സമയത്ത് ഇവർ ഞെട്ടി ഉണരുന്നു. എന്താ ചെയ്യുക? ഉറക്കം അപഹരിക്കപ്പെട്ട അതൃപ്തിയോടെ നന്ദിനി തിരക്കി. പാവകൾ ഉറങ്ങിക്കൂടാ എന്ന നിയമം ലംഘിച്ചതിനാൽ വീട്ടിലെ ടെലിഫോൺ ശബ്ദിക്കുന്നത് അവനും കേട്ടിരുന്നില്ല. രാത്രിയിലെത്തിയ അശുഭ വാർത്ത ശ്രവിച്ച് സിദ്ധാർത്ഥൻ നന്ദിനിയെ വിളിച്ചുണർത്തുന്നതും അവൻ അറിഞ്ഞില്ല. അസുഖം മൂർച്ഛിച്ച് കിടപ്പിലായിരുന്ന പിതാവിനെക്കുറിച്ച് എപ്പോഴും ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചത് തന്നെയാണെങ്കിലും അത് ഈ നേരമല്ലാത്ത നേരത്തായത് സിദ്ധാർത്ഥനെ അലോസരപ്പെടുത്തി. ഉറക്കത്തിൽ നിന്നുണർന്ന് മരണവാർത്ത കേട്ടതിൻ്റെ അസ്വസ്ഥതയിൽ സിദ്ധാർത്ഥനും നന്ദിനിയും നിശ്ചലമായിരുന്നു. പോയല്ലേ പറ്റൂ. സമയം അപ്പോൾ പുലർച്ചെ 2 മണിയായിരുന്നു. വെളുപ്പിന് 5:45 ഫ്ലൈറ്റ് ഉണ്ടെന്ന് സിദ്ധാർത്ഥൻ ഓർമ്മിച്ചെടുത്തു. ഓഫ് സീസൺ ആയതിനാൽ ടിക്കറ്റ് കിട്ടിയേക്കും. തിടുക്കത്തിൽ അത്യാവശ്യം വേണ്ടവ നന്ദിനി പെട്ടിയിലാക്കി എയർപോർട്ട് വരെ കാറിൽ പോകാമെന്നും വണ്ടി അടുത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേൽപ്പിക്കാമെന്നും നിശ്ചയിച്ച് ഉറക്കമായിരുന്ന നിഖിലിനെ കാറിലെടുത്ത് കിടത്തി അവർ യാത്ര പുറപ്പെട്ടു. ധൃതിക്കിടയിൽ ഇടനാഴിയിലെ തണുപ്പേറ്റ് ആനച്ചട്ടങ്ങൾക്കിടയിൽ ഉറങ്ങുന്ന ജീവിയെക്കുറിച്ച് അവർ മറന്നേ പോയിരുന്നു. മരണവീട്ടിലെ തിരക്കിൽ സംസ്കാര ചടങ്ങുകൾക്കിടയിലൊന്നും അവൻ സ്മരിക്കപ്പെട്ടില്ല. 3 നാൾ അവർ മരണവീട്ടിൽ തങ്ങി. അവിടെ തൻ്റെ സമപ്രായക്കാരായ കുട്ടികളൊത്ത് മരണവീടാണെന്നതുപോലും മറന്ന് കളിച്ചുകൊണ്ടിരുന്ന നിഖിലും ജീവനുള്ള ആനയെ മറന്നേ പോയിരുന്നു. എന്നാൽ മടക്കയാത്രയിൽ വിമാനത്തിലിരുന്ന് കാർട്ടൂണ് കാണുന്ന നേരം അവൻ ജംബോയെ ഓർമ്മ വരികയും വെമ്പലോടെ സിദ്ധാർത്ഥനോട് തിരക്കുകയും ചെയ്തു. ഡാഡ്, വാട്ട് ഹാപ്പൻ ടു മൈ ജംബോ? വിമാനം എയർപോക്കറ്റിൽ വീണ് ആകെയൊന്നുലഞ്ഞു. വീട്ടിൽ ഹൃദയം സ്പന്ദിക്കുന്ന ഒരു പാവയെ ഊട്ടിയിട്ടേച്ച് പോകുന്നതിൻ്റെ പിടച്ചിലോടെ സിദ്ധാർത്ഥൻ നന്ദിനിയെ നോക്കി. പുറത്തേക്കൊന്ന് നിലവിളിക്കാൻ പോലും ആവാത്ത ഇടനാഴിയിൽ ജംബോയ്ക്കുന്ന് 4-ാം ദിനമാണെന്നോർത്ത നന്ദിനി സിദ്ധാർത്ഥൻ്റെ വലങ്കൈ അറിയാതെ നെഞ്ചിനു കുറുകെ അമർന്നു. ഓ ഗോഡ്! ഭൂമിയുടെ നിഴൽ പോലും കാണാനാവാത്ത വിധം കൊഴുത്ത മേഘങ്ങളുള്ള ദൈവത്തിൻ്റെ ആകാശത്തു കൂടി കുടുങ്ങി വിമാനം പറന്നുകൊണ്ടിരിക്കെ കോക്പിറ്റിൽ നിന്നും ക്രൂ ക്യാപ്റ്റൻ്റെ സ്വരം, പാസഞ്ചേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു ഫാസൺ ദെയർ സീറ്റ് ബെൽറ്റ്സ്. നന്ദി. അടുത്തതായി കഥ അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളത്തിലെ പ്രശസ്തനായ കഥാകൃത്തുമായ ശ്രീ PF മാത്യൂസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, നീളമേറിയ കഥ നിങ്ങൾ തനിയെ വായിക്കും. അതൊരു ധ്യാനം പോലെ നടക്കും. പക്ഷേ ഈ ഉച്ചതിരിഞ്ഞ നേരത്ത് ഞാൻ കൊണ്ടുവന്ന 7 പേജുള്ള കഥയാണ്. എനിക്ക് തോന്നുന്നില്ല അത് ഇവിടെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് താളമില്ലാത്ത, സംഗീതമില്ലാത്ത ഒഴുക്കൻ ഗദ്യം എങ്ങനെ കേട്ടിരിക്കും, പ്രത്യേകിച്ച് എൻ്റെ സ്വരത്തിൽ. അതുകൊണ്ട് ഞാനൊരു കൊച്ചു കഥ വായിക്കാം. ഒരു കൊച്ചു കഥ. അത് വായിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചില്ലെങ്കിൽ എനിക്ക് സമയം തരികയാണെങ്കിൽ ഒരു കഥയും കൂടി വായിക്കാം. ഇവിടെ വായിക്കുന്ന കഥ വളരെ പണ്ട് എഴുതിയൊരു ഒന്നാണ്. അത് ഞാൻ ഈയിടെയാണ് കണ്ടെടുത്തത്. പൂച്ച എന്നാണ് അതിൻ്റെ പേര്. ഒരു 100 നൂറ്റാണ്ട് പഴക്കമുള്ള ദേവാലയത്തിൽ വയസ്സൻ പാതിരി കാത്തിരുന്നു കുഞ്ഞുങ്ങളുടെ പാപം കേൾക്കാൻ.
ആദ്യ കുമ്പസാരത്തിന് പാതിരിയോട് പറയാൻ പാപങ്ങളില്ലാതെ ചെക്കൻ രാവിലെ മുതൽ വലയുകയായിരുന്നു. പറയാൻ പാപമില്ല ചെക്കന്. ചെക്ക, ഒരു കൂട്ടം കാട്ടിത്തരാം, വാ. കുഞ്ഞിപ്പെണ്ണിൻ്റെ പിന്നാലെ ചെക്കൻ നടന്നു. അവളുടെ അടുക്കളയിൽ പാൽ കട്ട് കുടിക്കാൻ വരുന്ന കാടൻ പൂച്ച മച്ചിൻ മുകളിലേക്ക് കയറിപ്പോകുന്നത് ചെക്കൻ കണ്ടു. പുരാതനമായ പള്ളിയിൽ പാപചരിത്രത്തിലേക്ക് ചെവിയോർത്തിരുന്ന പുരോഹിതൻ നെടുവീർപ്പിട്ടു. തീർച്ച, കുട്ടികളൊന്നും തീരെ നിഷ്കളങ്കരല്ല. ചെക്ക, വാ, മിണ്ടാതെ ഇവിടെ നിന്ന് നോക്കിക്കോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ അമ്മയുടെ കിടപ്പുമുറിയിലേക്ക് ചെക്കൻ നോക്കി. അവളുടെ അമ്മയോടൊപ്പം ഒരാൾ. അതാരാ? ചെക്കൻ ചോദിച്ചു. ആരുമല്ല. കുഞ്ഞിപ്പെണ്ണ് ചെക്കനെ കൂട്ടി നടന്നു. പ്ലാസ്റ്റിക് നാട കൊണ്ട് അവർ ഒരു കുരുക്കുണ്ടാക്കി കാടൻ പൂച്ചയുടെ പിന്നാലെ പമ്മി ചെന്നു. ചെക്കൻ കസേരക്കാലുകൊണ്ട് പൂച്ചയുടെ തലയിലടിച്ചു. അവൾ കഴുത്തിൽ പ്ലാസ്റ്റിക് കുരുക്ക് മുറുക്കി. പൂച്ച കണ്ണുമിഴിച്ചു. ചെക്കൻ കസേരക്കാലുകൊണ്ട് പൂച്ചയുടെ തലയിൽ വീണ്ടും അടിച്ചു. ദേവാലയത്തിൽ ക്ഷമയറ്റ് കാത്തിരുന്ന കിഴവൻ പാതിരിയുടെ കാതിൽ ചെക്കന് പറയാൻ ഒരു പാപമുണ്ടായി. അവൻ പറഞ്ഞു, ഞാൻ ഒരാളെ കൊന്നു. അത്രയുള്ളൂ കഥ. ഞാൻ പറഞ്ഞതുപോലെ ഇനി എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ഒരു കഥ കൂടി വായിക്കാം. താങ്ക് യു. സമകാലിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിട്ടുള്ള ശ്രീ വി ഷിനിലാൽ അടുത്തതായി കഥ അവതരിപ്പിക്കും. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ വായിച്ച് വളർന്ന 3 കഥാകൃത്തുക്കൾ ഇവിടെ ഉണ്ട്. PF മാത്യു സാറ്, ജെയിംസ് സാറ്, അതുപോലെ സിതാര. പിന്നെ എൻ്റെ സമകാലികരും എനിക്ക് ശേഷം എഴുതുന്നവരുമായ 3 പേരും കൂടെ ഉണ്ട്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. PF മാത്യു സാർ പറഞ്ഞ പോലെ തന്നെ ദീർഘമായൊരു കഥ വായിക്കില്ല. ഞാൻ എടുക്കുന്നത് മാക്സിമം കഥ വായിക്കാൻ ഒരു 4 മിനിറ്റ് അടുത്തേക്ക്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു നിയമം കഴിഞ്ഞ വർഷം ഇന്ത്യൻ സുപ്രീം കോടതി റദ്ദ് ചെയ്തു. അതിൻ്റെ പേര് 124A എന്നായിരുന്നു. അത് ഇന്ത്യയിലെ സെഡിഷൻ ആക്ട്, അതായത് രാജ്യദ്രോഹ കുറ്റത്തിന് ആളുകളെയൊക്കെ പിടിച്ച് ജയിലിലിടുന്ന വകുപ്പായിരുന്നു 124A. അത് പ്രകാരം ആ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഒരു വൈരുദ്ധ്യം, രസം എന്താണെന്ന് വെച്ചാൽ, അത് പ്രകാരം ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അതിനുശേഷം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ എല്ലാ പ്രമുഖരും ആ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ചു. സ്വാതന്ത്ര്യ അനന്തരം അതേ സ്വാതന്ത്ര്യ സമരത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച മനുഷ്യർ ഇന്ത്യൻ ഭരണാധികാരികളായിരുന്നപ്പോഴും ആ നിയമം തുടരുകയും അവർക്ക് ഉണ്ടായ എതിർ ശബ്ദങ്ങളെ ഇതേ നിയമം ഉപയോഗിച്ച് അകത്താക്കുകയും ചെയ്തു. അതാണ് ആ നിയമം. അത് നിലവിൽ ഇല്ല എങ്കിലും പുതിയ രൂപത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. താമസിയാതെ അത് വേറൊരു പേരിൽ, വേറൊരു നമ്പറിൽ നമ്മുടെ തലയ്ക്ക് മീതെ വരും എന്ന് തന്നെ കരുതുന്നു. 124A. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സംഭവം നടന്നത്. പാണ്ഡൻ ഹരി അവൻ്റെ കേരള പാഠാവലി മുന്നിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ, നിൻ്റെ കയ്യക്ഷരം നല്ല ഉണ്ട എന്നല്ലേ, നീ എനിക്ക് ജനഗണമന ഒന്ന് പകർത്തി എഴുതിത്താ. അവൻ്റെ 2 ചേച്ചിമാർ 2 വർഷം വീതം പഠിച്ച് പിഞ്ഞി കീറിയതായിരുന്നു
ആ പാഠാവലി. മഷി ലീക്കുള്ള ഒരു നിബ്ബ് പേനയും വെള്ളക്കടലാസും കയ്യിൽ പിടിപ്പിച്ച് തന്നിട്ട് അവൻ പറഞ്ഞു, ഒന്ന് എഴുതടാ. ജനഗണമന എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവസാന പീരീഡ് കഴിഞ്ഞ് ജനഗണമനയും കഴിഞ്ഞ് ഒരു കൂട്ടമണി അടിക്കും. പിന്നെ ഒരു ഓട്ടമാണ്. ഞാൻ എഴുതാൻ തുടങ്ങി. ജനഗണമന അധിനായക ജയഹേ എന്നെഴുതിയതും പാഞ്ചിക്കുടം പൊട്ടിയ മാതിരി മഷിപ്പേന തുറന്നു. നീലമഷി 4-ാം പാഠത്തിൽ വീണ് ജനഗണമന വികൃതമായി. പാണ്ഡൻ ഹരിയുടെ ഭാവം മാറി. സ്വിച്ചിട്ട പോലെ അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ സാറിൻ്റെ കൂടെ പറയും. ഉളിമൂക്കൻ എന്ന് ഇരട്ടപ്പേരുള്ള വാസു എന്നു പേരുള്ള ഗുണ്ടയായി മാറേണ്ട ഒരാൾ എന്ന് മുതിർന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ പ്രധാന അധ്യാപകൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ശബ്ദമടങ്ങി വിറച്ച് ഞാൻ നിന്നു. അപ്പോൾ ദൈവദൂതനെ പോലെ പഠിപ്പൻ പ്രശാന്ത് ഓടിയെത്തി. അവൻ പാണ്ഡൻ ഹരിയെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിച്ചു. ഹരി കരച്ചിലടക്കി. എന്നിട്ട് അവൻ എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഷിനി, ഒളിമൂക്കൻ അറിഞ്ഞ നിൻ്റെ തൊടയടിച്ച് പൊട്ടിക്കും. നീ ഒരു കാര്യം ചെയ്യും, നാളെ വരുമ്പം 15 പൈസ കൊണ്ടുവരണം, പറ്റിക്കരുത്. അമ്മയുടെ അരപ്പാൻ പെട്ടിയിൽ നിന്നും ഞാൻ 15 പൈസ കട്ടെടുത്തു. സ്കൂൾ മുറ്റത്ത് പാണ്ഡനും പഠിപ്പനും എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 15 പൈസ കൊടുത്ത് ഭീകരമായ ആ പ്രശ്നത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. വർഷം 35 കടന്നുപോയി. ഇന്നലെ പാണ്ഡൻ ഹരിയും പ്രശാന്തും ഒരു ബൈക്കിൽ എന്നെ കാണാൻ വന്നു. കുശലാന്വേഷണങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശാന്ത് എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, ഷിൻലാലെ, നിനക്കിപ്പോൾ നല്ല പേരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കഥയെഴുത്തുകാരനായി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കുമില്ലടാ ഒരു സന്തോഷം. അതല്ല വിഷയം. സംഗതി സീരിയസ് ആണ്. രാജ്യദ്രോഹമാണ് വകുപ്പ്. 124A എന്ന് പറയും. സംഗതി നിനക്ക് ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. റിസ്ക് എടുക്കണ്ട. അകത്തായാൽ പുറത്തു വരാൻ പ്രയാസമാണ്. എനിക്ക് പോലും സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. റിസ്ക് എടുക്കണ്ട. പാണ്ഡൻ ആ ജനഗണമന ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്രേ. പ്രശാന്ത് പറഞ്ഞു നിർത്തിയതും പാണ്ഡൻ ഹരി അടുത്തേക്ക് വന്നു. എടാ, എനിക്ക് ചെറിയൊരു ആവശ്യം. പേടിക്കണ്ട, പണമൊന്നും വേണ്ട. പണ്ട് എന്നെ 15 പൈസ തന്ന് പറ്റിച്ച് രക്ഷപ്പെട്ടവനാ കള്ളൻ. എൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അവൻ ഒരു വെടല ചിരി ചിരിച്ചു. ഒന്നുമില്ലടേ, ഹരിക്ക് ഒരു ചെക്ക് ലീഫിൻ്റെ ആവശ്യം. എൻ്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും നിന്നെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. നീ ബൈക്കിൽ കയറ്. നിൻ്റെ വീട്ടിൽ പോയി വേഗം നമുക്ക് അതെടുത്ത് ഹരിക്ക് കൊടുക്കാം. നമ്മളെന്തിനാണ് റിസ്ക് എടുക്കുന്നത്? 2 പേരുടെയും നടുക്കിരുന്ന് ഞാൻ വീട്ടിലെത്തി. വേഗം ചെക്ക് ബുക്കുമായി മടങ്ങി വന്നു. എടാ, ഒപ്പ് തെറ്റിക്കരുത് കേട്ടോ. നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? പ്രശാന്ത് പറഞ്ഞു. തുകയുടെ കോളത്തിൽ പേന കുത്തി ഞാൻ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അതുവരെ കാണാത്ത കരുണയോടെ അവൻ പറഞ്ഞു, വേണ്ട ഷിൻലാലെ, എഴുതണ്ട. അത് ഞാൻ പിന്നീട് തരം പോലെ എഴുതിക്കോളാം. അവർ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് മടങ്ങുന്നത് നോക്കി ഞാൻ അങ്ങനെ മുറ്റത്ത് അറ്റൻഷനിൽ നിന്നു. അപ്പോൾ അശരീരി പോലെ ജനഗണമന അധിനായക കഴിഞ്ഞ് ജയഹേ കേട്ടു. ശേഷം കൂട്ടമണി മുഴങ്ങി. ആദ്യ വെപ്രാളത്തോടെ ഞാൻ ഓടാൻ തുടങ്ങി. താങ്ക് യു. പെണ്ണെഴുത്തിൻ്റെ ശക്തമായ ആവിഷ്കാരം. മലയാളത്തിലെ പ്രശസ്തയായ കഥാകൃത്ത് ശ്രീ S. സിത്താര കഥകൾ അവതരിപ്പിക്കും. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഇവിടെ വരാനും നിങ്ങൾക്ക് മുന്നിൽ കഥ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിലുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ്. അതിന് അവസരം ഒരുക്കിയ കേരള സാഹിത്യ അക്കാദമിയോടുള്ള നന്ദി അറിയിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചെറിയ കഥകളൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് തപ്പി ഒരു ചെറിയ കഥ വായിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കഥകളാണൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളതിൽ വലിപ്പം കുറഞ്ഞ ഒരു കഥ തപ്പിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഥയുടെ പേര് മറ എന്നാണ്. അത് ഞാനൊരു 1.5 വർഷം മുൻപ് മാതൃഭൂമി ഓണപ്പതിപ്പിൽ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കഥയാണ്. മറ എന്ന വാക്കിൻ്റെ അർത്ഥം ചില സമുദായങ്ങളിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ
പുറം ലോകത്തിൽ നിന്ന് അകന്നിട്ട് കുറച്ച് മാസങ്ങളോളം സ്വന്തം മുറിയിൽ അടച്ചിരിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് മറ എന്ന് പറയുന്നത്. കഥയിലേക്ക് കടക്കാം. മറ. നാസർ മരിച്ച് 15-ാം ദിവസമാണ് അടുത്ത മാസം ചെല്ലാമെന്നേറ്റ കവിതാ പരിപാടിയെക്കുറിച്ച് ഹമീദക്ക് ഓർമ്മ വന്നത്. എന്തൊക്കെയോ ഓർക്കുന്നതിനിടയിൽ ഇതും മനസ്സിലേക്ക് വന്നെന്നേ ഉള്ളൂ. മനസ്സും ശരീരവും പുകഞ്ഞു ശ്വാസം മുട്ടിയ ഒരു വൈകുന്നേരമായിരുന്നു അത്. എവിടെയെങ്കിലും ഇറങ്ങിപ്പോകാൻ തോന്നി. അത് പറ്റാത്തതുകൊണ്ട് എന്നാൽ പിന്നെ കട്ടിലിരുന്ന് ഒറ്റയ്ക്ക് മിണ്ടാമെന്ന് കരുതി. ഒറ്റയ്ക്കല്ല, ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടാവുമായിരിക്കും എന്നും കരുതി. നാസർക്ക, നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് ആ പരിപാടിക്ക് പോകണം. അതെ, നിങ്ങൾക്ക് ഈ കഥയും ക്ണാപ്പും ഒന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് പോകണം. ഒന്ന് എന്നെ കൊണ്ടാക്കിത്താ, അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ കൂടെ ഞാൻ പോയിക്കോളാം. നാസർ കനത്തിലാണെങ്കിലും ഒന്ന് മൂളിയതായി തോന്നി. അപ്പോഴേക്കും ആരോ കയറി വന്നു. നീ ആരോടാ ഈ ഒറ്റക്കിരുന്ന് വർത്താനിക്കുന്നേ? മറയിലിരിക്കുമ്പോഴെങ്കിലും മര്യാദക്കിരുന്നൂടെ? ഹമീദ മിണ്ടിയില്ല. ബോധം തിരിച്ചു വന്ന മിനിറ്റ് തൊട്ട് കേൾക്കുന്നുണ്ട് നിയമങ്ങളും പാഠങ്ങളും. അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിക്കൂടാ. ഉസ്താദ് പറഞ്ഞത് ഓർമ്മയില്ലേ? ലേശം അടുത്ത ബന്ധുവാണെങ്കിൽ പോലും പോയിക്കൂടാ. മുറിയിൽ ചടഞ്ഞിരുന്നോണം. സുറുമ ഇതലൊക്കെ തൽക്കാലം നിർത്തിക്കോ. ലൈറ്റ് കളറ് കുപ്പായം മതി. മാലയും വളയും ഒക്കെ അയച്ചു വച്ചേക്ക്. ഒക്കെയും കേട്ട് ഒന്നും മിണ്ടാതെ ഹമീദ അട്ടം നോക്കി കിടക്കും. ചിലപ്പോൾ പറയുന്നയാളെ ഒന്ന് രൂക്ഷമായി നോക്കും. അപ്പോൾ വീണ്ടും തുടങ്ങും. നോക്കി പേടിപ്പിക്കണ്ട. ഭർത്താവ് മരിച്ചാൽ ഭാര്യമാരൊക്കെ ചെയ്യുന്ന കാര്യം ഇത്. നിനക്കായിട്ട് അങ്ങനെ ഇളവൊന്നുമില്ല. 4 മാസവും 10 ദിവസവും മറയിലിരിക്കൽ നിർബന്ധം. സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയതായിരുന്നു നാസറിനെ. 3-ാം ദിവസം മൂപ്പരങ്ങ് പോയി. ഒരിക്കലും പ്രണയിക്കാത്ത ഒരാൾ, എന്നാൽ കുറച്ചു കാലം ഒപ്പം നടന്ന ഒരാൾ. സ്നേഹമുണ്ടായിരുന്നു തീർച്ചയായും. അതുകൊണ്ട് തന്നെ നാസർ പെട്ടെന്നങ്ങ് മരിച്ചുപോയപ്പോൾ ഹമീദ അലറിക്കരയുകയും ബോധം കെട്ട് വീഴുകയും നല്ല ദിനങ്ങളോർത്ത് വീങ്ങുകയും ഇനി എന്ത് എന്ന അരക്ഷിതാവസ്ഥയിൽ നീറുകയും ചെയ്തു. അവളുടെ ചലനങ്ങൾ, സങ്കടത്തിൻ്റെ ഗ്രാം കണക്കുകൾ, ഇടയ്ക്കുള്ള നിശബ്ദതകൾ ഒക്കെയും മരണവീട്ടിലെ സന്ദർശകരിൽ ചിലരെങ്കിലും അളന്നു കാണണം. തൃപ്തിയും അതൃപ്തിയും ഒളിഞ്ഞും തെളിഞ്ഞും രേഖപ്പെടുത്തിയും കാണണം. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ അവൾ അകത്തുള്ള മുറിയിലേക്ക് മാറ്റപ്പെട്ടു. സന്ദർശകർക്ക് കാര്യമായ നിയന്ത്രണങ്ങളുണ്ടായി. നന്നായി എന്നാണ് ഹമീദക്ക് തോന്നിയത്. സഹതാപത്തിൻ്റെ ശല്യം അത്രയും കുറഞ്ഞു കിട്ടിയല്ലോ. ഒറ്റയ്ക്കിരിക്കാനായി. ഇത്തിരി കുറ്റബോധത്തോടെയാണെങ്കിലും അടുത്ത കവിതയെക്കുറിച്ച് ഓർക്കാൻ ലേശം സമയം കിട്ടി. ഇതിൻ്റെയൊക്കെ ഇടയിലും വിചാരിക്കാതെ സ്നേഹത്തിൻ്റെ പുകമണം മെല്ലെ മെല്ലെ നെഞ്ചിൽ വിങ്ങി ശ്വാസം മുട്ടിക്കും. പോയ ആളോട് ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കലും ഇല്ലാത്ത വിധം അടുപ്പം തോന്നും. കണ്ണ് നീറും, നെഞ്ചു പിടയും. അപ്പോൾ മാത്രം വേണ്ടപ്പെട്ട മറ്റൊരാളുടെ കയ്യിൽ മുഖം ചേർത്ത് വെച്ച് ആർത്തു കരയാൻ തോന്നും. ശ്രീജിത്തിനെ ഓർമ്മ വരും. ഹമീദയുടെ വീട്ടിലേക്കുള്ള വഴിയെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ശ്രീജിത്തും ഓർത്തത് അവളെ എങ്ങനെ ഒന്ന് കാണുമെന്നാണ്. നാസർ മരിച്ച ദിവസം ആശുപത്രിയിൽ വെച്ചാണ് അവളെ അവസാനം കണ്ടത്. അലറിക്കരയുന്ന അവളുടെ വിളറിയ ചുണ്ടുകൾ, വിറച്ചുകൊണ്ടിരുന്ന കൈവിരലുകൾ, തൊട്ടുമുന്നിൽ ചിതറി വീണ അവളുടെ കുഞ്ഞുമിടിപ്പുകൾ. ആരോ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവളെ മുറുകെ കെട്ടിപ്പിടിച്ച് പോട്ടെടി എന്ന് കൂടെ കരയാനാവാഞ്ഞതെന്ത് എന്ന് പകച്ചു നോക്കിയിരുന്നു. പാവം എൻ്റെ കുഞ്ഞി എന്ന് നെഞ്ചു തകർന്ന് നിലത്തിരുന്നു. ഓടിപ്പാഞ്ഞെത്തിയ രമ്യയാണ് പിടിച്ചെണീപ്പിച്ച് കാറിൽ കൊണ്ടിരുത്തി നാസറിൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തത്. മരണവീട്ടിൽ പലവിധ നിലവിളികൾക്കിടയിൽ അവളുടെ തേങ്ങലുകൾ വേറിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് വൃഥാ പരതി. പടികൾ കടക്കുമ്പോൾ കാലുകളിടറി. നിങ്ങൾ എന്തെന്നിത് ശ്രീജിയേട്ടാ എന്ന് രമ്യ കൈ മുറുക്കെ പിടിച്ചു. നീ ഒന്നോളെ പോയി നോക്ക് രമ്യയെ എന്ന് അവളെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ വേഗം തന്നെ തിരിച്ചെത്തി. മുറിയിലേക്ക് കയറാൻ തന്നെ പറ്റുന്നില്ല. ഹമീദേച്ചി കിടക്കുക. ചുറ്റും നിറയെ ബന്ധുക്കൾ. മരണവീട്ടിൽ നിന്നും തിരിച്ചു വന്ന രാത്രി പലതവണ അവൾക്കരികിലേക്ക് പോകാൻ തോന്നി. പാവം എൻ്റെ കുഞ്ഞി. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. ആരും ഓളെ ഒന്ന് കരുണയോടെ ചേർത്ത് പിടിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വെപ്രാളപ്പെട്ട് വീട്ടിലാകെ ഉഴറി നടന്നുകൊണ്ടിരുന്ന അയാളുടെ വിവശമായ മുഖം കണ്ട് സഹിക്കാനാകാതെ രമ്യ വന്ന് അയാളെ കൈകളിലേക്ക് ചേർത്തു. അവളുടെ കൈകളിൽ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ പതുങ്ങി ശ്രീജിത്ത് നിസ്സഹായതയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ പലതവണ അവളെ വിളിക്കുകയുണ്ടായി. ഫോൺ സ്വിച്ച് ഓഫായി തന്നെ കിടക്കുകയായിരുന്നു. ഒന്ന് പോയാലോ എന്ന് പലതവണ ഓർത്തു. നിങ്ങൾ ഒന്ന് അടങ്ങ ശ്രീജിയേട്ടാ, രമ്യ സങ്കടത്തിലും ദേഷ്യത്തിലും പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബേജാറായിട്ട് എന്തിനാ? നമുക്കൊന്ന് പോയി നോക്കാം. ഓളെ വീട്ടിലെ അവസ്ഥ എനിക്ക് നല്ലോണം അറിയാം.
നമ്മൾ ഇതുവരെ ഓളങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? അപ്പം തന്നെ ഊഹിക്കാലോ. ഞാനിനി അവിടെ പോയിട്ട് ഓക്ക് എന്തേലും പ്രശ്നം ഉണ്ടാവുമെന്നാ. എന്ത് പ്രശ്നം? നിങ്ങളെ ചങ്ങായിച്ചീനെ കാണാൻ പോയാൽ ആരാ ചോദിക്കാനുള്ളത്? അതും ഈ സിറ്റുവേഷനിൽ. ഈ സിറ്റുവേഷൻ ആയതുകൊണ്ടാ പേടി രമ്യയെ. ഭർത്താവ് മരിച്ചിരിക്കുകയല്ലേ, ഒരു കാണാൻ സമ്മതിക്കുമെന്നാ. എന്തെല്ലോ ചടങ്ങും സമ്പ്രദായങ്ങളും ഒക്കെയുണ്ട് ഒരിക്കൽ. 2 ആഴ്ച കഴിയട്ടെ. ചിന്താമഗ്നിയായി മൂളിയ രമ്യയോട് അന്തരീക്ഷത്തിൻ്റെയും മനസ്സിൻ്റെയും കനം കുറയ്ക്കാനായി ശ്രീജിത്ത് ചിരിയോടെ ചോദിച്ചു, അല്ലെങ്കിൽ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ ഓളെ കാണാൻ പോകുമ്പോൾ ഒക്കെ നിനക്ക് കുശുമ്പല്ലേ? നിങ്ങൾ എന്തെന്ന് ശ്രീജിയേട്ടാ പിന്നെയും? രമ്യ ഗൗരവത്തിലായി. എൻ്റെ പ്രാന്ത് കൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും കുശുമ്പ് കുത്തുന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളെക്കാളും ഇഷ്ടമാണ് ഹമീദേച്ചിനെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നാസർ കാക്ക് എന്നെ ഇഷ്ടമായിരുന്നിരിക്കുമല്ലേ രമ്യെ? നിന്നെപ്പോലെ എപ്പോഴേലും എന്നോടും ഒരു കുശുമ്പ് തോന്നിയിട്ടുണ്ടാവുമോ? ഉറപ്പല്ലേ? രമ്യ ചിരിച്ചു. PG പഠനത്തിൻ്റെ ഇടയിലാണ് ഹമീദയുടെ കരച്ചിലും എതിർപ്പും പട്ടിണി കിടക്കലും വകവയ്ക്കാതെ വീട്ടുകാർ അവളെ കെട്ടിച്ചയച്ചത്. കല്യാണ ഹാളിൽ വെച്ച് സുഹൃത്തും സഹപാഠിയുമാണെന്ന് പറഞ്ഞ് അവൾ ശ്രീജിത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പുറത്തു വരാത്തൊരു പകുതിച്ചിരിയോടെ നാസർ കൈനീട്ടി. അതിനുശേഷമുള്ള 12 വർഷങ്ങളിൽ അധികം കൂടിക്കാഴ്ചകൾ ഉണ്ടായില്ല. ഹമീദയെ ജോലിക്ക് പോകാൻ സമ്മതിക്കാത്ത, അവൾ എഴുതുന്നതിൽ താല്പര്യമില്ലാത്ത, അവളുടെ വീട്ടുകാരിൽ നിന്നും വലിയ വ്യത്യാസമില്ലാത്ത മനോഭാവങ്ങളുള്ള ഒരു ഭർത്താവായിരുന്നു നാസർ. എങ്കിലും എന്തുകൊണ്ടോ ശ്രീജിത്തുമായുള്ള അവളുടെ സൗഹൃദത്തിൽ അയാൾ അധികം ഇടപെട്ടില്ല. ഇടപെട്ടിട്ട് കാര്യമില്ല എന്ന് ഉള്ളുകൊണ്ട് മനസ്സിലായതുകൊണ്ടുമാവാം. ശ്രീജിത്തിൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ മൂപ്പര് വന്നതൊന്നുമില്ല. എങ്കിലും ശ്രീജിത്തിൻ്റെയും രമ്യയുടെയും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഹമീദയെ ഡ്രോപ്പ് ചെയ്യാൻ അയാൾക്ക് മടിയുണ്ടായില്ല. 12 വർഷങ്ങളിൽ ഒരിക്കൽ പോലും മൂപ്പരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കാഞ്ഞതെന്ത് എന്ന് ഇപ്പോഴും അറിയില്ല. ശ്രമിക്കേണ്ടതായിരുന്നു. ഔപചാരികതകളും കാരണമില്ലാത്ത ആ കുഞ്ഞു ഭയങ്ങളും മറികടന്ന് ഒരു തവണയെങ്കിലും അടുത്തിരുന്ന് ആഴത്തിൽ മിണ്ടേണ്ടിയിരുന്നു. സ്നേഹത്തോടെ അവളെപ്പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങൾ പരസ്പരം പറയണമായിരുന്നു. പറഞ്ഞു തീർത്ത് വാത്സല്യത്തോടെ പൊട്ടിച്ചിരിക്കണമായിരുന്നു. ഹമീദയുടെ വീട്ടിൽ ഡോർബെല്ലടിച്ച് കാത്തുനിൽക്കെ ശ്രീജിത്തിൻ്റെ നെഞ്ച് ഉച്ചത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. വാതിൽ തുറന്ന അവളുടെ ഇളാപ്പ അല്പമൊരു അസ്വസ്ഥതയോടെ അവരെ നോക്കി. ആരാ അലീക്ക? പുറകിൽ നിന്നും ഒരു പുരുഷ ശബ്ദം ചോദിച്ചു. ഏതോ ബന്ധുവാവണം. അത് ഹമീദാൻ്റെ കൂടെ പഠിച്ച പയ്യനും അവൻ്റെ ഭാര്യയുമാ. ഇഷ്ടക്കേട് പ്രകടമാകും വിധം എളാപ്പ പറഞ്ഞു. പണ്ട് ഒരു ചെക്കനുമായി, അതും ഒരു അമുസ്ലിം, കൂട്ടുകൂടി നടക്കുന്നു എന്ന കുറ്റത്തിന് ഹമീദയെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട് ഈ എളാപ്പ. ഓൻ്റെ കൂടെ ഓള് പോയിക്കളയും, വേഗം കെട്ടിച്ചു വിട്, ഇപ്പം തന്നെ പ്രായം കൂടി എന്നും മറ്റും ഉപ്പയുടെ ചെവി തിന്നാണ് അവളുടെ പഠിപ്പ് അയാൾ നിർത്തിച്ചത്. എളാപ്പയെ മൈൻഡ് ചെയ്യാതെയും അനുവാദത്തിന് കാത്തുനിൽക്കാതെയും ശ്രീജിത്ത് അകത്തേക്ക് കയറി ചെന്നു. ഒരൽപ്പം പരുങ്ങലോടെ രമ്യയും പിന്നാലെ പോയി. ഇരിക്കിൻ, അകത്തുള്ള ബന്ധു പറഞ്ഞു. സോഫയിൽ മടിച്ചിരിക്കെ ഹാളിൽ നിന്ന് ഉള്ളിലേക്കുള്ള വാതിലുകളിൽ നിരവധി നിഴലുകൾ ശ്രീജിത്ത് കണ്ടു. അപ്പോഴേക്കും ഹമീദയുടെ അനിയൻ ബൈക്കിൻ്റെ ചാവിയുമായി ഹാളിലേക്കെത്തി. ശ്രീജിത്തേട്ടാ, അവൻ വന്നടുത്തിരുന്ന് വിവശമായി കയ്യിൽ പിടിച്ചു. ഓൾ എങ്ങനെയുണ്ട് റംഷി? വിളിച്ചിട്ടൊന്നും കിട്ടുന്നേയില്ല. നിന്റെ നമ്പറും കയ്യിലില്ലായിരുന്നു. അവസ്ഥ നല്ല മോശമാണ് ഏട്ടാ. ഇപ്പോൾ ലേശം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ തോന്നും എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന്. ചിലപ്പോൾ ഒക്കെ ഒരു മാറ്റം പോലെ. ശ്രീജിത്തും രമ്യയും പരസ്പരം നോക്കി. ഫോൺ വന്നെണീച്ചു പോയ എളാപ്പ അപ്പോഴേക്കും തിരിച്ച് ഹാളിലെത്തിയിരുന്നു. ഞങ്ങൾക്കൊന്ന് ഹമീദേച്ചീനെ കാണാൻ പറ്റുമോ? രമ്യ മടിച്ചു ചോദിച്ചു. ഹാളിൽ അല്പനേരം കനത്ത നിശബ്ദത പടർന്നു. അല്പം കഴിഞ്ഞപ്പോൾ എളാപ്പ പറഞ്ഞു, ഓള് ഇദ്ദേലാണല്ലോ, മറയിലിരിക്കുമ്പോൾ അന്യപുരുഷന്മാരെ കാണരുതെന്നാണ്. ക്ഷമാപണത്തോടെയും അല്പം കുറ്റബോധത്തോടെയും തന്നെ നോക്കിയ റംഷിയോട് സാരമില്ലെന്ന് ശ്രീജിത്ത് കണ്ണുകളടച്ചു കാട്ടി. രമ്യക്ക് കാണാമല്ലോ, സ്ത്രീയല്ലേ? അയാളുടെ സ്വരത്തിൽ അപേക്ഷ കലർന്നിരുന്നു. അതിപ്പോൾ എളാപ്പ ഇഷ്ടക്കേടോടെ മുരടനക്കി. മറയിലിരിക്കുമ്പോൾ അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ കാണുന്നത് ഒരു കുഴപ്പമില്ല. റംഷി പെട്ടെന്ന് ഇടക്ക് കയറി. അതിൽ തെറ്റില്ലാന്ന് ഉസ്താദ് പറഞ്ഞതല്ലേ? റംഷിയുടെ ഇടപെടൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാലാവണം എളാപ്പ ഒന്ന് ചുമച്ചു. നിങ്ങൾ ചെല്ലേച്ചി, റംഷി രമ്യയോട് പറഞ്ഞു. മോളിൽ 2ാമത്തെ മുറിയാ. കോണി കയറി രമ്യ മുകളിലേക്ക് പോയപ്പോൾ ശ്രീജിത്തിൻ്റെ നെഞ്ചിടിപ്പ് വീണ്ടും കൂടി. മുറിയിൽ അപ്പോഴും അസ്വസ്ഥത കനത്തുകൂടി നിന്നിരുന്നു. അപ്പോഴേക്കും ഒരാശ്വാസം പോലെ ബാങ്കുവിളി മുഴങ്ങി. എളാപ്പയും ഒപ്പം ബന്ധുവും എണീച്ചു. പള്ളിയിൽ പോയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ പോവുമായിരിക്കുമല്ലോ അല്ലേ? റംഷി വാടാ. നടന്നു എളാപ്പ, റംഷി പറഞ്ഞു. ഞാൻ പിന്നാലെ വരാം. വാതിൽക്കലെ നിഴലുകളും പതുക്കെ ഓരോന്നായി അപ്രത്യക്ഷരായി.
4 പാട് നോക്കി ശ്രീജിത്തിനടുത്തേക്ക് അല്പം കൂടി ചേർന്നിരുന്ന് റംഷി പതുക്കെ പറഞ്ഞു, ഇത്താത്താനെ കാണാൻ എത്ര ആഗ്രഹത്തോടെയാണ് നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം ഏട്ടാ. ഈ അവസ്ഥയിൽ നിങ്ങളെ ഒന്ന് കാണുന്നതും മിണ്ടുന്നതും ഇത്താത്താക്കും വലിയ ആശ്വാസമായിരിക്കും. നിങ്ങളല്ലേ തന്നെ ഇത്താത്താക്ക് അന്യപുരുഷനാണോ? ഈടെ ആരെക്കാളും ഇത്താത്താനെ ഓർത്ത് ഉരുകുന്നത് നിങ്ങൾ തന്നെയാണ്. എല്ലാവരും നിസ്കരിച്ച് വരുമ്പോഴേക്കും വേഗം ഒന്ന് പോയിട്ട് കണ്ടുവന്നോളി, ആരും അറിയൂല. റംഷിയുടെ തോളത്ത് ഒന്ന് സ്നേഹത്തോടെ തട്ടി കാലുകളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്ന വരും വരായികകളുടെ പേടികളും സംശയങ്ങളും ഗൗനിക്കാതെ ശ്രീജിത്ത് ധൃതിയിൽ കോണിക്കുനേരെ നടന്നു. ഹമീദയുടെ മുറിയുടെ വാതിക്കൽ നിന്ന് ഒരൽപ്പം തുറന്ന പാളികൾക്കിടയിലൂടെ ശ്രീജിത്ത് അവളെ കണ്ടു. രമ്യയുടെ കൈ പിടിച്ച് കട്ടിലിൽ ഇരിക്കുകയാണ് അവൾ. മങ്ങിയ ഒരു ചുരിദാർ, പാറിയ മുടി, ഒഴിഞ്ഞ കണ്ണുകൾ വരണ്ട് ചീർത്തിരിക്കുന്നു. കോളേജിൽ വെച്ച് ഇങ്ങനെ മുഖം മുഴുവൻ പരത്താനാണെങ്കിൽ നീ ഇനി സുറുമയിടണ്ട എന്ന് അവളെ ചൂടാക്കാറുള്ളതിൽ അയാൾക്ക് ആ നിമിഷം പശ്ചാത്താപം തോന്നി. വാതിൽ തുറന്ന് അകത്തു കയറി ശ്രീജിത്ത് ഹമീദക്ക് മുന്നിൽ പോയി നിന്നു. അവൾ മുഖമുയർത്തി ശ്രീജിത്തിനെ നോക്കി. നീ എന്നെ ഇങ്ങനെ കാണണ്ട എന്ന് കണ്ണുകളിൽ നനഞ്ഞ ഉപ്പുകാറ്റ് ഇരമ്പി. തൊണ്ടയിലെ വിതുമ്പലിനെ മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ എണീച്ച് കട്ടിൽ കാലിൽ ചാരി നിന്നു. നീ എങ്ങനെ മോളിൽ കയറി വന്നു? എളാപ്പ കണ്ടില്ലേ? ശ്രീജിത്ത് മറുപടി പറഞ്ഞില്ല. അവളെ നോക്കിക്കൊണ്ടിരുന്നു. തിന്നലും കൂടി ഒന്നുമില്ല അല്ലേ? നിന്റെ അക്ഷയപാത്രം വറ്റിപ്പോയോ? അവളുടെ മുഖത്ത് ക്ഷീണിച്ച ഒരു ചിരി പരന്നു. അതൊന്നും വറ്റൂലടാ, പക്ഷെ വിശപ്പില്ല ഒട്ടും. അതെന്താ അക്ഷയപാത്രം? രമ്യ ചോദിച്ചു. ഓളെ പഴയ ഒരു ചോറ്റുപാത്രമാണ്, ഞാൻ വാങ്ങിക്കൊടുത്തതാ. ആദ്യമൊക്കെ ഇവള് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞു ഡപ്പിയില ലഞ്ച് കൊണ്ടുവരാം. ഞങ്ങൾ 2 വാരി വാരുമ്പോഴേക്കും അത് തീരും. പിന്നെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഞാൻ സ്റ്റീലിൻ്റെ ഒരു വലിയ വട്ടപ്പാത്രം വാങ്ങിച്ചു കൊടുത്തു. നല്ല വർക്കത്തുള്ള പാത്രമായിരുന്നു. ഓള് കെട്ടിപ്പോകും വരെ എൻ്റെയും ദീപ്തിയുടെയും ജിമ്മിയുടെയും ഒക്കെ അന്നദാതാവായിരുന്നു ആ പാത്രം. ഇപ്പോഴും സങ്കടം വരുമ്പോൾ ഞാൻ ആ പാത്രത്തിൽ ലേശം വറ്റിട്ട് വാരി തിന്നും. ഹമീദയുടെ സ്വരം നേർത്തു. അതിലൊളിഞ്ഞ ഏങ്ങലടികൾ കേൾക്കാതെ കേട്ട് താങ്ങാനാവാതെ ശ്രീജിത്ത് നിശബ്ദനായി. അവളുടെ കയ്യിലേക്ക് കൈ കോർക്കാനുള്ള ആഗ്രഹത്തെ തടഞ്ഞ് അയാൾ ചോദിച്ചു, കുഞ്ഞി, നീ ഓക്കെ ആണോ? ഹമീദ കണ്ണുകൾ താഴ്ത്തി. അവളുടെ കൈവിരലുകൾ വിറക്കുന്നതും ചുണ്ടിൻ കോണുകൾ പിതുങ്ങുന്നതും കാണുകെ ശ്രീജിത്തിൻ്റെ ദേഹം തളർന്നു. ഞാൻ എന്താടി ചെയ്യണ്ടേ? നിസ്സഹായനും വിവശനുമായ അയാൾ ചോദിച്ചു. അവർക്കിടയിൽ നിശബ്ദത തണുത്തു. അത് സഹിക്കാനാകാതെ മുന്നോട്ട് വന്ന് രമ്യ ശ്രീജിത്തിൻ്റെ കൈയെടുത്ത് ഹമീദയുടെ തോളത്തേക്ക് എടുത്തു വെച്ചു. നിങ്ങൾ എന്തെന്നിത് ശ്രീജിയേട്ടാ? നിങ്ങൾ ചങ്ങായിച്ചിയല്ലേ? ജീവൻ പോയി കിടക്കുന്ന ഒരു പെണ്ണല്ലേ? നിങ്ങളെ തൊട്ട് നിന്ന് ഓർന്ന് കരയട്ടെ. എല്ലാ നിയന്ത്രണങ്ങളും തകർന്ന് ഒരാന്തലോടെ ശ്രീജിത്ത് ഹമീദയെ ചേർത്ത് പിടിച്ചു. കുഞ്ഞി, നീ ഇതെങ്ങനെ താങ്ങുമെന്ന് വിചാരിച്ച് ഞാൻ എത്ര ബേജാറായി എന്നറിയോ? ആർത്ത് കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ ചുമലിലേക്ക് മുഖം താഴ്ത്തി. എനിക്ക് താങ്ങുന്നില്ലടാ. ഇപ്പോഴാണ് ഞാൻ അങ്ങേരെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് തോന്നുകയാ, മരിച്ചു പോയതിൻ്റെ ശേഷം. നീ കരയല്ലേ? കരഞ്ഞുകൊണ്ട് തന്നെ ശ്രീജിത്ത് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. രമ്യയും കണ്ണീരിലായിരുന്നു. പൊള്ളുന്ന സ്നേഹത്തിൽ നനഞ്ഞു നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെയും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടെ സ്നേഹിതയെയും വാത്സല്യത്തോടെ ഒന്ന് നോക്കി നനഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ വാതിൽക്കലേക്ക് തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് കോണിമുറിയിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരവും ചീത്തവിളിയും കേട്ടത്. എനിക്ക് അന്നേരേ തോന്നിയിരുന്നു എന്തേലും വേണ്ടാത്ത നടക്കുന്നു. മുറിയിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ട് എളാപ്പ അലറി, കൈയെടുക്കട അവളുടെ മേത്തുനിന്ന്. മാപ്പിള മരിച്ച് മറയിലിരിക്കുന്ന പെണ്ണാ. ശ്രീജിത്ത് ഹമീദയെ പതുക്കെ തന്നിൽ നിന്നടർത്തി കട്ടിലിരുത്തി. പിന്നെ അവളുടെ തലയിലേക്ക് കൈപ്പടം ചേർത്ത് വെച്ചു. അത് കാണുകെ അടിമുടി ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് എളാപ്പ ഉയർത്തിയ കൈയുമായി മുന്നോട്ടാഞ്ഞു. ആരടാ നീ? കുറേ കൊല്ലായാലും അവളുടെ പിന്നാലെ നടക്കുന്നു. ഓളെ കൊണ്ട് ഇത്രയും വലിയ പാപം ചെയ്യിക്കണമായിരുന്നോ? നിന്റെ കെട്ടിയോളം ഇതൊക്കെ നോക്കി നിന്നോ? നിനക്കെങ്കിലും വിവരമില്ലാതായല്ലോ ഹമീദേ. ആരെങ്കിലും അറിഞ്ഞാലത്തെ കഥ എന്താ? ഉപ്പയില്ലാത്തതാ. ഇപ്പം മാപ്പിളയും മരിച്ചു, കുട്ടിയോളും ഇല്ല. ഇപ്പം എനക്കാ നിന്റെ ഉത്തരവാദിത്തം. ഞാനല്ലേ നാട്ടുകാരോട് മറുപടി പറയേണ്ടത്? ചവിട്ടി കൊല്ലല വേണ്ടത് ശവത്തിനെ. അവൾക്ക് നേരെ ആഞ്ഞു നീണ്ട കൈ ശ്രീജിത്ത് ഇടം കൈ ഉയർത്തി തടഞ്ഞു. അപ്പോഴേക്കും മറ്റു വീട്ടുകാർക്കൊപ്പം റംഷി ഓടിക്കിതച്ച് മുറിയിലെത്തി. എളാപ്പ, ഓരോന്നും പറയല്ലേ, ഞാനാ പറഞ്ഞ ഒന്ന് കയറി കണ്ടോളാൻ. ശ്രീജിത്തിൻ്റെ കൈ കുടഞ്ഞു കളഞ്ഞ് എളാപ്പ വീണ്ടും അലറി. കൈയെടുക്കാനല്ല പറഞ്ഞോളം എത്തുന്നു. തിരിപാടില്ലാത്ത ഒരു ചെക്കൻ പറയുമ്പോഴേക്ക് അങ്ങ് കയറി പോകൂടല. അന്യപുരുഷന്മാർക്ക് ഓളുടെ അടുത്തുപോലും പോയിക്കൂടാ. ഓൾ ആരാടാ നിന്റെ ഇത്ര കഷ്ടപ്പെട്ട് വന്ന് കാണാൻ? ശ്രീജിത്ത് എന്തെങ്കിലും പറയും മുന്നേ പതിഞ്ഞ തെളിഞ്ഞ ശബ്ദത്തിൽ ഹമീദ പറഞ്ഞു, സഖി. ഡിഗ്രി കാലത്തെപ്പോഴോ ഒരിക്കൽ മലയാളം അസോസിയേഷൻ്റെ നാടക വാരാചരണത്തിനിടെ ശ്രീജിത്തും ഹമീദയും ചില സഹപാഠികളും ചേർന്ന് ഒരു സ്കിറ്റ് തയ്യാറാക്കിയിരുന്നു.
ശ്രീകൃഷ്ണനും ദ്രൗപദിയും തമ്മിലുള്ള സൗഹൃദം വിഷയമായ ഇത്തിരി ക്ലീശയാണല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് അവർ തന്നെ വേണ്ടെന്ന് വച്ച ഒന്ന്. അതിൻ്റെ റിഹേഴ്സലിനിടയിലാണ് അയാൾ അവളെ ആദ്യമായി, ഒരുപക്ഷെ അവസാനമായും സഖി എന്ന് വിളിക്കുന്നത്. നീ അത് മറന്നില്ല അല്ലേ? ശ്രീജിത്ത് ചിരിച്ചു. ഇല്ല, മനസ്സിൽ കുഴിച്ചിട്ടു. ഹമീദയും ചിരിച്ചു. എന്തെങ്കിലും മുളക്കും എന്നറിയാമായിരുന്നു. സ്നേഹത്തിൻ്റെ പെട്രോൾ ഒഴിച്ചാൽ മാത്രം വളരുന്ന സഖി എന്നു പേരായ ഒരു കുഞ്ഞുമരം. ശ്രീജിത്ത് ചുണ്ടുകോട്ടി. നീ വലിയ കവിയൊക്കെ ആയിട്ട് എന്താ കാര്യം? ക്ലീഷയ്ക്കും ഡ്രാമക്കും ഇന്നും കുറവൊന്നുമില്ല. അപ്പോഴേക്കും മുന്നോട്ടേക്ക് കാഞ്ഞു വന്ന് എളാപ്പ ശ്രീജിത്തിനെ വാതിലിന് പുറത്തേക്ക് തള്ളാൻ തുടങ്ങിയിരുന്നു. അധികം ബലപ്രയോഗത്തിന് നിൽക്കാതെ ശ്രീജിത്ത് അയാൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ശ്രീജിത്തും രമ്യയും റംഷിയും പുറത്തിറങ്ങിയതും എളാപ്പ ഹമീദയുടെ മുറിയുടെ വാതിൽ വലിച്ചടച്ചു. ആ ശബ്ദം കേട്ട് നെഞ്ചിലൊരു കൊളുത്തി വലിയോടെ ശ്രീജിത്ത് തിരിഞ്ഞു നോക്കി. അടഞ്ഞുകിടക്കുന്ന വാതിൽപ്പാളികളിലേക്ക് വഴുതി വീണ തണുത്ത തവിട്ടിൻ്റെ ഒരു ഇരുണ്ട മറ. അദൃശ്യമായത്, പൊള്ളുന്നത്, നെഞ്ചിലേക്ക്, ആത്മാവിലേക്ക് ലാവയായി ഒഴുകുന്നത്. അങ്ങനെ നോക്കി നിൽക്കെ വാതിൽപ്പാളികൾ പൊടുന്നനെ ഇരുവശത്തേക്കും തുറന്നു. കോണി ഇറങ്ങാൻ തുടങ്ങിയ എളാപ്പയും പല വശങ്ങളിൽ നിന്ന് എത്തി നോക്കിയിരുന്ന നിഴലുകളും പകപ്പോടെ നോക്കി നിൽക്കെ ഹമീദ ശാന്തയായി കോണിമുറിയിലേക്ക് ഇറങ്ങി. ഉമ്മ, ആ മഞ്ഞത്തട്ടം കൊടുത്തു? അവൾ താഴേക്ക് വിളിച്ചു ചോദിച്ചു. മറുപടിക്ക് കാത്തില്ല. മറുപടി ഉണ്ടായതുമില്ല. എടാ ശ്രീയെ, ഞാനും വരണ പുറത്തേക്ക്, എന്നെ ഒരു ഡ്രൈവിന് കൊണ്ടുപോ. പാറിയ മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൾ മുറിക്കറ്റത്തെ അലമാരക്കടുത്തേക്ക് നടന്നു. അത് തുറന്ന് ബാഗ് പുറത്തെടുക്കുന്നതിനിടെ എളാപ്പാനെ എവിടെയും ഉറക്കാത്തൊരു നോട്ടം നോക്കി. വേറെ എവിടെയും പോകില്ല എളാപ്പ, 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാം. ഇനിയും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ മരിച്ചു പോവും. ഞാൻ മരിച്ചെങ്ങാൻ പോയാൽ നാസർക്ക് ഇങ്ങനെ നിങ്ങളെ വെച്ചേക്കില്ല കേട്ടോ. വിശ്വസിക്കാനാകായ്മയിലും കടുത്ത ക്ഷോഭത്തിലും മുറുകിയിരിക്കുന്ന എളാപ്പാൻ്റെ മുഖം ഒട്ടും ശ്രദ്ധിക്കാതെ അവൾ കോണിയുടെ അറ്റത്ത് വന്ന് ഉമ്മയെ വീണ്ടും നീട്ടി വിളിച്ചു. ആ മഞ്ഞ ഷോൾ എവിടെയാന്നല്ലേ ചോദിച്ചത്? സംയമനം വീണ്ടെടുത്ത് രമ്യ വേഗം അവൾക്കരികിലേക്ക് പോയി തോളിൽ കൈവച്ചു. സാരമില്ല ഹമീദേച്ചി, ബാ നമുക്ക് വേറെ തട്ടം റൂമിൽ നിന്ന് എടുക്കാം. അനുസരണയോടെ അവൾ രമ്യക്കൊപ്പം തിരിഞ്ഞു നടന്നു. എനിക്കിന്ന് സുറുമയെ എഴുതണം, കണ്ണ് വറ്റിപ്പോണ്. സുറുമയിട്ടാലേ കണ്ണിലെ അഴുക്കൊക്കെ പോവും. ആയിക്കോട്ടെ ചേച്ചി, നിങ്ങൾ പിന്നെ തട്ടവും സുറുമയും ഇട്ട് വന്നാൽ നമുക്കൊന്നും ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂലല്ലോ. ഹമീദ നിറഞ്ഞു ചിരിച്ചു. എന്നിട്ട് തിരിഞ്ഞ് ശ്രീജിത്തിനോടോ എളാപ്പയോടോ അതോ വേറെ ആരോടെങ്കിലുമോ ഒക്കെയായി പറഞ്ഞു. ഒരിക്കലും പറയലൊന്നുമില്ല, എന്നാലും നാസർക്കാക്ക് എന്നെ സുറുമയിട്ട് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. എനക്കും എന്നെ സുറുമയിട്ട് കാണാൻ വലിയ ഇഷ്ടമാണ്. രമ്യ പതുക്കെ അവളെ തിരിച്ച് മുറിയിലേക്ക് കയറ്റി. തലമുടി ചീകിക്കെട്ടി. അലമാര തുറന്ന് ഒരു ഷോൾ എടുത്ത് തലയിൽ ചുറ്റി. മേശ വലിപ്പ് തപ്പി സുറുമയെടുത്ത് കണ്ണിലുമിട്ടു. ഒരു കൊച്ചു പെൺകുട്ടിയെപ്പോലെ ഹമീദ വഴങ്ങി. ഹമീദയെ ചേർത്ത് പിടിച്ച് രമ്യ പുറത്തു വന്നപ്പോഴേക്കും ശ്രീജിത്ത് ആദ്യത്തെ പകപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അയാൾക്കല്പം ആശ്വാസം പോലും തോന്നി. തളർന്നിരുന്ന ഞരമ്പുകളിലേക്ക് ഊർജത്തിൻ്റെ ഒരു ചെറുകാറ്റ് വീശിയതുപോലെ. അയാൾ തിരിഞ്ഞ് റംഷിയോടും എളാപ്പയോടുമായി പറഞ്ഞ്, ഞാൻ ശ്രദ്ധിച്ചോളാം, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടാക്കാം. റംഷി തലയാട്ടി. എളാപ്പയുടെ മുഖവും ഒന്നയഞ്ഞതുപോലെ തോന്നി. അവർ താഴേക്കിറങ്ങി. പിന്നാലെ ശ്രീജിത്തും രമ്യയും ഹമീദയും. കാറിനടുത്തെത്തിയപ്പോൾ രമ്യയും ശ്രീജിത്തും പരസ്പരം നോക്കി. രണ്ടാളുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. ഹമീദയുടെ മുഖത്ത് നിറയെ വൈകുന്നേര വെയിലാണ്. സുറുമ തിളങ്ങുന്ന കണ്ണുകളിൽ, വിവശമായ ഉടലിൽ, വരണ്ട നെറ്റിയിൽ സൂര്യൻ്റെ സ്വർണം. അത് നോക്കി മനസ്സ് നിറഞ്ഞ് രമ്യ ശ്രീജിത്തിൻ്റെ കയ്യിൽ പിടിച്ചു നുള്ളി. എന്നാലും എൻ്റെ ശ്രീജിയേട്ടാ, നിങ്ങൾ ഇതുവരെ ഒരിക്കൽ പോലും എന്നെ സഖിയെന്ന് വിളിച്ചിട്ടില്ലല്ലോ. ശ്രീജിത്തും ഹമീദയും ഒന്നിച്ച് ചിരിച്ചു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ശ്രീജിത്ത് വാത്സല്യത്തോടെ രമ്യയുടെ കവിളിൽ പതുക്കെ തൊട്ടു. അതന്നെ, അതേ വാത്സല്യത്തോടെ മറുവശത്ത് നിന്ന് ഹമീദ അവളെ ചേർത്തു പിടിച്ചു. നീ ഞങ്ങളെ കുഞ്ഞിപ്പെണ്ണല്ലേ. ചുറ്റും തളർത്തു പൊന്തുന്ന സ്നേഹം, അതിൻ്റെ പുൽമുളകൾ, മരങ്ങൾ, ഇലച്ചാർത്തുകൾ. സഖിയും സ്നേഹിതയുമായവർ, കാറ്റിനൊപ്പം ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്നവർ, സൂര്യനെയും ചന്ദ്രനെയും ഉമ വയ്ക്കുന്നവർ. ധമനികളിൽ പെരുത്തു കയറിയ ആ താളത്തിൻ്റെ ഉഷ്ണത്തിൽ ഹമീദയുടെ കണ്ണുകൾ ഉരുകിയൊലിച്ചു. അവളുടെ കൃഷ്ണമണികളിൽ പടർന്നിരുന്ന അഴുക്കിൻ്റെ മറ സുറുമയുടെയും സൂര്യൻ്റെയും ഒരുമിച്ചുള്ള സ്പർശത്തിൽ കണ്ണീരിനൊപ്പം പാതാളങ്ങളിലേക്ക് ഒഴുകിപ്പോയി. താങ്ക് യു. പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി ലതാലക്ഷ്മി കഥ അവതരിപ്പിക്കും. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
വേദിയിലെ കഥാകൃത്തുക്കൾക്കും മാന്യസദസ്സിനും വിനീതമായ നമസ്കാരം. കേരളീയം, യുവാക്കളുടെ മഹോത്സവമായ കേരളീയം, ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ കേരളത്തിൻ്റെ, ലോകം മുഴുവൻ വിളംബരം ചെയ്യുന്ന ഈ മഹോത്സവത്തിന് നമസ്കാരം. ഒപ്പം കേരള സാഹിത്യ അക്കാദമിക്കും സർവവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ടിനും സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഈ കഥ ക്ഷണിക്കാനായി, ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനായി ഭാഗ്യം സിദ്ധിച്ച ഈ അവസരത്തെ സാഹിത്യ ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. 2012 മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഞാൻ എഴുതിയ കഥയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ടെക്നോളജിക്ക് തന്നെ വെല്ലുവിളിയാകുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ വായിക്കാൻ പോകുന്ന ഈ കഥ ഏറെ പ്രസക്തിയുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഥയിലേക്ക്. കഥ പാഴയന്ത്രം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാപ്പ് എഴുതി കൊടുത്ത് പുറത്തിറങ്ങിയതായിരുന്നു കൃഷ്ണൻ മാഷ്. 45 വർഷം കണക്കാക്കിയാൽ അധ്യാപകനായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ കണക്കും ഇംഗ്ലീഷും സാമൂഹ്യ പാഠവുമൊക്കെ സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചത് 30 കൊല്ലം. 15 ആണ്ട് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അക്കൗണ്ടൻസി പഠന കളരിയിൽ, പരിശീലന കളരിയിൽ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിപ്പിച്ചത് വേറെ. ആദ്യം കെട്ടിടം വാടകയ്ക്കെടുത്തും പിന്നെ സ്വന്തം വീടിന് മുകളിൽ ഓടിട്ടതും പഴകിയതുമായ മുറികൾ മിനുക്കിയെടുത്തും അല്പം പച്ച പിടിച്ചപ്പോൾ വാർക്കമുറികളാക്കി ആ വഴിക്കും ഏറിയ നാൾ അധ്യാപകനായിരുന്നു. മൊത്തം 45 വർഷം. ഇപ്പോൾ വയസ്സ് 72. പാത്തും പതുങ്ങിയുമാണ് കൃഷ്ണൻ മാഷ് പോലീസ് സ്റ്റേഷൻ പരിസരം വിട്ടത്. സംഗതി വളരെ നിസ്സാരമാണ്. നിസ്സാരമായി തുടങ്ങിയാണല്ലോ പലതും ഉരുൾപൊട്ടലാകുന്നത്. മാഷിൻ്റെ ചവിട്ടേറ്റാൽ മാത്രം കറങ്ങുന്ന ഹെർക്കുലീസ് സൈക്കിളിൻ്റെ സഹായത്തോടെയായിരുന്നു യാത്ര. തനിക്കുണ്ടാവുന്ന മാനവും അപമാനവും ഹെർക്കുലീസ് സൈക്കിളിനും അവകാശപ്പെട്ടതാണ്. പരിചയക്കാരുടെ സൂര്യക്കേട് സഹിക്കാൻ കഴിയാതെ വന്നാൽ 2 പൂക്കളും പിടിയുടെ നിറവും മാറ്റിയിടിക്കും. വിള്ളൽ വീണ സ്പോഞ്ച് നല്ലോണം പുറത്ത് കണ്ടാൽ മാത്രം സീറ്റിൻ്റെ ഉടുപ്പും മാറ്റിയിടിക്കും. പഞ്ചറായാൽ ഒട്ടിച്ചാൽ ഒട്ടും, അല്ലെങ്കിൽ ഉരുട്ടും. എന്നാലും അവനില്ലാതെ പുറത്തിറങ്ങുമ്പോൾ എന്തോ പൂർണ്ണമാകാത്തതുപോലെയാണ് മാഷിന്. ഉരുട്ടിയും തള്ളിയും അവനോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ സായാഹ്ന സവാരിക്ക് ഇറങ്ങുന്ന പെൻഷൻ ചങ്ങാതിമാർ ചോദിക്കും, ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി കൂടെ കൃഷ്ണമാഷെ. മാഷ് കേട്ടിട്ടില്ലാത്തതുപോലെ നടക്കും. മാഷ് അകത്തുണ്ടോ എന്ന് ഒരാളും ഭാര്യ ചന്ദ്രമണിയോട് ചോദിക്കാറില്ല. മുറ്റത്ത് സൈക്കിളുണ്ടെങ്കിൽ മാഷുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പണ്ട് വീട്ടിൽ വിളയിച്ച പച്ചക്കറികളും നീരും പാലുമൊക്കെ മികച്ച നാളികേരവും ആട്ടിയ വെളിച്ചവുമുള്ള എണ്ണയുമെല്ലാം ഈ സൈക്കിളിൽ തൂക്കി കടകളിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട് മാഷ്. ഇന്ന് സൈക്കിളിൽ കയറി വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും വേറെ പലതുമാണ്. കാർബൈഡ് പൊതിവെച്ച് പഴുപ്പിച്ച കായകൾ, പൊടികലക്കി വരുന്ന പാൽ, വിഷം വീശി മൂപ്പിച്ച പച്ചക്കറികൾ, മാലിന്യം നിറച്ച പോളിത്തീൻ കവറുകൾ തുടങ്ങിയവ. കൃഷി നോക്കാൻ കെൽപ്പില്ലാതായപ്പോൾ സ്വയം മാറിയതാണ് മാഷ്. ഇന്നത്തെ യാത്ര ഒറ്റ മകൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. അവളുടെ വക സൗജന്യമായി കിട്ടിയതായിരുന്നു സ്റ്റേഷൻ പ്രവേശനം. ഒരു ശിഷ്യൻ്റെ മകനായിരുന്നു സബ് ഇൻസ്പെക്ടർ. അയാൾ പറഞ്ഞു, മാഷ് മാപ്പെഴുതണ്ട, ഒത്തുതീർപ്പാക്കാം. അവരും പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ മാപ്പെഴുതും. മാഷിന് ഒരേ വാശി. മാഷ് തയ്യാറെടുത്താണ് വന്നത്. കടലാസും പേനയും മാഷിൻ്റെ കൈവശമുണ്ടായിരുന്നു. എഴുതി ഒപ്പം പേരും പൂർണ്ണമായ വിലാസത്തോടൊപ്പം കുറിച്ചു. NK കൃഷ്ണപ്പൈ, ക്യാറ്റ് ഹോം, ഓൾഡ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മാടമ്പി വളവ്, സാധുകുളങ്ങര. അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരിയായ മരുമകളുടെ കഷ്ടപ്പാടായനെ. ലീവ് എടുത്താൽ ഓഫീസർ ഭീഷണിപ്പെടുത്തും. ലോസ് ഓഫ് പേ ആണെങ്കിൽ പീഡനം. ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരുമകളുടെ മൊബൈൽ നമ്പറിൽ വിളിച്ചാണ് കാര്യം അറിയിച്ചത്. അവളാകെ വിരണ്ടുപോയി. നാണക്കേട് വേറെ. സാധുകുളങ്ങര ജംഗ്ഷനിലെ അമ്മിണി അപ്പാർട്ട്മെൻറ്റിൻ്റെയും പഴങ്കര ബസ് സ്റ്റോപ്പിൻ്റെയും മധ്യയുള്ള മാലിന്യ കൂമ്പാരത്തിലേക്ക് സൈക്കിളിൽ പോകവേ മാഷ് എറിഞ്ഞു കളഞ്ഞ കറുത്ത കൂടെയാണ് വിനയായത്.
പാഴ്കൂടകളിൽ പലതും ഉണ്ടാകാറുണ്ട്. പുറത്ത് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും, പറയാൻ അറയ്ക്കുന്നതും പറഞ്ഞാൽ ചിരിക്കുന്നതുമായത്. വാരാന്ത്യവും മാസാന്ത്യവും കളയുന്ന കൂടകളിലെ വിശേഷം മാഷ് തിരക്കാറില്ല. ഇത്തവണ കിഷൻ മാഷ് പെട്ടുപോയി. ശരിക്കും പെട്ടു. സത്യത്തിൽ അവിടെ പതിവ് മാലിന്യ തൊട്ടി ഉണ്ടായിരുന്നില്ല. പുതിയൊരു എഴുത്ത് തകിട് പച്ച കുപ്പായത്തിൽ വെളുത്ത അക്ഷരങ്ങളുമായി തല ഉയർത്തി നിന്നിരുന്നു. മാഷ് പുതിയ നിയമം ശ്രദ്ധിച്ചില്ല. തൻ്റെ കണ്ണിൽപ്പെടാതെ പോയത് എന്തെന്നറിയാൻ മാഷ് അവിടെ ഒരു തവണ കൂടി പോയി. കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്കിടയിൽ ബോർഡ് കണ്ട് വായിച്ചു. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. 2500 രൂപ പിഴയൊടുക്കേണ്ടി വരും. സെക്രട്ടറി നഗരസഭ. എഴുത്ത് തകിടിലേക്ക് ചെളിയും വെള്ളവും പഴത്തൊലിയും മറ്റും തെറിച്ച് കണ്ണിൽപ്പെടാത്ത പരുവത്തിലായി തീർന്നിരിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജന കമ്മിറ്റി അംഗങ്ങളായ ശ്രീമതിമാർ യൂണിറ്റിൻ്റെ രക്ഷാധികാരിയുടെ മുന്നിൽ മാഷിൻ്റെ കൂടയുടെ കെട്ടഴിച്ചു. വിശദമായി പരിശോധിച്ചു. ആർത്തവരക്തം ഉണങ്ങിയതും കറവീണതുമായ നാപ്കിനുകൾക്കിടയിൽ നിന്നും രേതസുണങ്ങിയ ഗർഭനിരോധന കുപ്പായങ്ങൾക്കിടയിൽ നിന്നും കൈകൾ നീണ്ടു ചെന്ന് കവറിൻ്റെ രക്ഷകർത്താവിൻ്റെ അടയാളങ്ങൾക്കായി പരതി. ഒടുവിൽ കീറിയതും കീറാത്തതുമായ മരുമകളുടെ മൊബൈൽ മില്ലിൽ നിന്ന് വിലാസം ചേർത്ത് വെച്ച് രൂപപ്പെടുത്തി. ചിട്ടയായി എഴുതിയുണ്ടാക്കിയ പരാതിയിൽ വ്യക്തമായ മേൽവിലാസവും ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. ആദ്യമായാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ഇതൊക്കെ മാഷ് ഏറ്റെടുത്ത് ചെയ്യുന്നുവെന്നേ ഉള്ളൂ. മാഷിൻ്റെ ഉള്ളിലും ഊരിലും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും അവിടുത്തെ പാണ്ടൻ പൂച്ചകളും മാത്രമാണ്. ഹെർക്കുലീസ് സൈക്കിളിൻ്റെ മണിയടി കേൾക്കുമ്പോൾ ഓടിക്കൂടുന്ന പൂച്ചകൾ. എന്നാൽ ഭാര്യ ചന്ദ്രയ്ക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തതായിരുന്നു മാഷിൻ്റെ മാർജാരകമ്പം. മാഷിൻ്റെ പുലരികൾ, ഉച്ചകൾ, സായാഹ്നങ്ങൾ, സന്ധ്യകൾ, രാത്രികൾ പോലും പൂച്ചക്കൂട്ടത്തോടൊപ്പമാണ്. അവയ്ക്കൊപ്പം കാപ്പി കുടിക്കും, ഉണ്ണും, ഉറങ്ങും. മാഷ് കുളിക്കുന്നത് പൂച്ചകൾ ഒളിച്ചു കാണും. കുളി പകുതിയാവുമ്പോഴാവും അറിയുക കുളിമുറിയിൽ ഒരു പാണ്ടൻ ഉണ്ടായിരുന്നു എന്ന്. പൂച്ചകളുടെ പോപ്പുലേഷനെ കുറിച്ച് പഴയ ടൈപ്പ് സ്റ്റുഡൻസിനും വലിയ അതിശയമാണ്. വൃത്തിയുള്ള നഖങ്ങളും ചുണ്ടും മേനിയും ഒക്കെയുള്ള ഇനമാണ്. കാരണമുണ്ട്. അപ്പം മറ്റു വീടുകളിൽ പോകാറില്ല. മാഷിൻ്റെ പറമ്പിൽ പോലും നടന്ന് മണ്ണ് പറ്റിക്കാറില്ല. മൊസൈക്കിട്ട നിലമാണ് പ്രിയം. മാഷിൻ്റെ ഭാഷ അവർക്കറിയാം, അവരുടേത് മാഷിനും. എന്നാൽ വായിക്കാൻ അറിയാത്തവരുടെ മുന്നിലെ ലിത്തോഷീറ്റ് പോലെയാണ് ചന്ദ്രമണിക്ക് പൂച്ചകളുടെ സംഭാഷണം. വീട്ടിൽ വരുന്നവരോട് അവർ പറയും മാഷിൻ്റെ ശിക്ഷണത്തിൻ്റെ വശക്കേട്. പൂച്ചകൾ മുറിച്ച മത്തങ്ങയിലും പപ്പടപ്പാട്ടയുടെ മുകളിലും തഞ്ചം കിട്ടുമ്പോഴൊക്കെ പൂജാമുറിയിലും കയറി കിടക്കുന്നു. പൂച്ചസംഘം ചന്ദ്രമണിയോട് അടുക്കാൻ ശ്രമിക്കാറില്ല. മാഷിൻ്റെ വീട്ടുപടിക്കൽ മീൻകാരൻ്റെ സൈറൻ കേട്ടപ്പോൾ ടൈപ്പ് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടി ചോദിച്ചിട്ടുണ്ട്, മാഷേ മീൻ കൂട്ടുമോ? മാഷ് ചോദിച്ചു. നല്ല തിളക്കമുള്ള മത്തിയും നെത്തോലിയും ഒക്കെ പൂച്ചകൾക്ക് കൊടുക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. പശു ഉണ്ടായിരുന്നപ്പോൾ ധാരാളം പാൽ കൊടുത്തിരുന്നു. ഇപ്പോൾ 4-5 പാക്കറ്റ് പാൽ വാങ്ങി പൊട്ടിച്ചു കൊടുക്കും. ഗ്രൈൻഡറിൽ ഉഴുന്നാട്ടിക്കൊണ്ട് ചന്ദ്രമണി പല്ല് കടിച്ചു. നാശങ്ങൾ. മാഷിന് നേരം പോക്കല്ല, ദൗർബല്യമായിരുന്നു പൂച്ചകൾ. ദിവസം മുഴുവൻ വിശ്രമമില്ലാതെ ശബ്ദിച്ച ടൈപ്പ് ക്ലാസ്സുകളെ ഊർജ്ജസ്വലമാക്കിയത് ഇവറ്റകളുടെ സാന്നിധ്യം ആയിരുന്നു എന്നാണ് കൃഷ്ണൻ മാഷിൻ്റെ ഒരു വിശ്വാസം. മാഷ് 1-ാം നിലയിലെ ക്ലാസ് മുറിയിലെത്തി. പൂച്ചകൾ മുന്നിലും പിന്നിലുമായി ചാടിക്കയറി. പഠിതാക്കളില്ലാത്ത പഴഞ്ചൻ മുറി, തുണിയുറകൾ ഇട്ടുവെച്ച മെഷീനുകൾ, മരമേശമേൽ പൊടിയില്ലാതെ വിശ്രമിക്കുന്നത് ഒരു നിമിഷം നോക്കിക്കണ്ടു. 9 മണിയോടെ 2ാമത്തെ സെക്ഷനിൽ പിള്ളേർ കയറി കഴിഞ്ഞിരിക്കും. മാഷ് കാത് വട്ടം പിടിച്ചു. ASDF സ്പേസ് സെമിക്കോളൻ LKJ സ്പേസ് ഡബിൾ സ്പേസ്. തുടക്കക്കാരുടെ ശ്രദ്ധ കാതിൽ വന്നടിക്കുന്നു. ടെറസിന് മേലെ നിന്നാൽ കാണാം പുതിയതും പഴയതുമായ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളുടെ തലയെടുപ്പും ഫ്ലെക്സ് ബോർഡുകളുടെ മിന്നൽ തിളക്കവും. 2 നേരവും മെഷീനുകളിലെ പൊടി തട്ടുന്നതാണ്. രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയതുകൊണ്ട് വൈകിപ്പോയി. 100 രൂപയായിരുന്നു മാഷ് ആദ്യം ഫീസായി വാങ്ങിയിരുന്നത്. 5 സെക്ഷനിൽ നിന്നായി 5000 രൂപയോളം കിട്ടിയിരുന്നതാണ്. ടൈപ്പ് പരീക്ഷയിൽ തോറ്റ പിള്ളേരുടെ ഫീസും ഇതിൽപ്പെടും. വാട്ടർ കണക്ഷൻ്റെ രൂപയും കറണ്ട് കാശും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വാങ്ങി അരിക്കാരൻ നാടാരുടെ കടയിലെ പറ്റും കഴിഞ്ഞാൽ 2000 രൂപയെടുത്ത് കയ്യിൽ മിച്ചം പിടിക്കാമായിരുന്നു. അക്കൗണ്ടൻസി ട്യൂഷൻ ഫീസ് നേരെ ലോൺ അടയ്ക്കാനെടുക്കും. മകൻ്റെ എഡ്യൂക്കേഷൻ ലോൺ. പിള്ളേരുടെ ബുദ്ധിയുടെ അളവും തോറ്റ ക്രമവും മടിയും കണക്കിലെടുത്ത് ഫീസ് കൂടും കുറയും. 250 തുടങ്ങി 500-ഉം 600-ഉം ഒക്കെ ഫീസ് കിട്ടിയിട്ടുണ്ട്. ചില ചിട്ടികൾക്കും മറ്റുമായി മാറ്റിവെക്കാനുള്ള തുക അങ്ങനെ ഉണ്ടാകുമായിരുന്നു. ഉദ്യോഗ കയറ്റത്തിനായി സൂത്രത്തിൽ അക്കൗണ്ടൻസി പഠിക്കാൻ വരുന്നവരും തരുമായിരുന്നു മോശമല്ലാത്ത തുക. ആ തുകയും മകൻ്റെ ലോണിലേക്കാണ് പോയിരുന്നത്. മകൻ CA-കാരനായപ്പോൾ ആശ്വസിച്ചു. പണമുണ്ടാക്കാനുള്ള മിടുക്കൊന്നുമില്ലാത്ത ഒരു പാവമായി പോയി അവൻ. കല്യാണം കഴിച്ചതോടെ കൂടുതൽ പാവമായി. ഒരു കുഞ്ഞുണ്ടായപ്പോൾ പറയാനുമില്ല.
കല്യാണം കഴിച്ചതോടെ കൂടുതൽ പാവമായി. കുഞ്ഞുണ്ടായപ്പോൾ അതിനേക്കാൾ പാവം. കമ്പ്യൂട്ടറിൽ ടാലി വന്ന ശേഷം കുട്ടികൾ കുറയുകയായിരുന്നു. പെൻഷൻ കാശ് പോളിസി അടയ്ക്കാനും മെഡിക്ലെയിനുമായി നീക്കിയാൽ പിന്നെ എന്തുണ്ട്? കമ്പ്യൂട്ടറുകൾ തരംഗമായപ്പോൾ അത് കൃഷ്ണൻ മാഷിൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചു വന്ന സുനാമിയായിരുന്നു. കോപ്പി എടുക്കാൻ പോലും ആരും കയറി വരാറില്ല. ഒരു ബട്ടൺ അമർത്തിയാൽ 1000 പകർപ്പുകൾ കയ്യിലേക്ക് കുതിച്ചെത്തും. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ മാഷ് പാണ്ടൻ പൂച്ചകൾ കലഹിക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലൂടെ മിന്നൽ പാഞ്ഞത്. ഉരുത്തിരിഞ്ഞ ആശയത്തെ ബോർഡാക്കി മാറ്റി. ഓഫീസ് സ്പേസ് ഫോർ റെൻറ്റ്. പരസ്യം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി. 1-ാം നിലയിൽ 25ഓളം ടൈപ്പ് മെഷീനുകൾ. ഹാൽഡയും ഫാസിറ്റും കട്ടിത്തുണികളിലെ ഉടുപ്പിൽ ഭദ്രമായിരുന്നു. ലിത്തോകൾ അടുക്കി നമ്പറിട്ട് വെച്ച ഫയലുകൾ ഇരുമ്പലമാരകളിലുണ്ട്. കർപ്പൂരവും കൂറഗുളികയും ഇട്ട് സൂക്ഷിച്ച ശീലത്തിന് മാറ്റമുണ്ടായിട്ടില്ല. ബസ് യാത്രക്കാരെ ലക്ഷ്യം വെച്ചും വഴിയാത്രക്കാരെ കണ്ണുമിഴിച്ചും നോക്കി പരസ്യ ബോർഡ് കൃഷ്ണൻ മാഷിൻ്റെ വീടിന് മുന്നിൽ അനങ്ങാതെ നിന്നു. ആഴ്ചകൾ പലതു കഴിഞ്ഞു. ഒരു വിളിയോ അന്വേഷണമോ എവിടെ നിന്നും ഉണ്ടാകാതെ വന്നപ്പോൾ ചന്ദ്രമണി മുറുമുറുപ്പ് കാട്ടി തുടങ്ങി. നാൾക്കുനാൾ വളരുന്ന ചെലവുകൾ താങ്ങാനാവില്ലെന്നും വീട്ടുപണികൾ ചെയ്യത്തക്ക ശാരീരിക സ്ഥിതി തനിക്കില്ലെന്നും ചന്ദ്രമണി ഉരുവിട്ടു. തട്ടിക്കൂട്ട് കറികളുമായി അവർ എല്ലാവരുടെയും നാവിൽ പൊടിയിട്ട് നിർത്തി. ഏറെ വൈകി ചിലർ വാടക മുറികൾ തിരക്കിയെത്തി. എന്താ മാഷേ ഈ മൂടിയിട്ടിരിക്കുന്നത്? ടൈപ്പ് മെഷീനുകളാണ്. ഇനി ആര് വരാനാ മാഷേ? എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്ത് മുറി വൃത്തിയാക്കിയിട്. മാഷിൻ്റെ ചങ്കിൻ്റെ ഒരു പൂള് തെറിച്ച് താഴെ വീണില്ലെന്നേ ഉള്ളൂ. ലോൺ എടുത്തും ലുബ്ധിച്ചുമുണ്ടാക്കിയ മെഷീനുകൾ പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയത്. മാഷിൻ്റെ തൊണ്ട വരണ്ടുപോയി. പോകാൻ നേരം അവർ പറഞ്ഞു, ആക്രിക്കാരും എടുക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് കിട്ടിയിട്ട് എന്തിനാ? ഇരുമ്പ് വിലയും തുരുമ്പ് വിലയും കിട്ടില്ല. പ്രവർത്തനമറ്റ ഒരു മെഷീൻ പോലെ മാഷ് അവരുടെ മുന്നിൽ നിന്നു. ഒരു തളർന്ന രാത്രിയിൽ ഗാഠമായ നിദ്രയിൽ ആണ്ടുപോയ മാഷിൻ്റെ പുതപ്പിനുള്ളിലേക്ക് 4 കാലുകൾ വന്നു വീണു. അത് മാഷിൻ്റെ നെഞ്ചിന് കൂടിന് മുകളിലായി പതിച്ചു. മാഷ് ആ കാൽവിരലുകളെ കൈവിരലുകളാക്കി. ദാ ഇങ്ങനെ. ചെറുവിരൽ എയുടെ മുകളിൽ. ഛേ, കീബോർഡിലേക്ക് നോക്കരുത്, മാഷ് ശകാരിച്ചു. നേരെ സിലിണ്ടറിലെ പേപ്പറിലേക്ക് മാത്രം നോക്കണം. മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിരലമർത്തണം. ASDF സ്പേസ് സെമിക്കോളൻ LKJ സ്പേസ്. ഒരു വരി പൂർത്തിയായാൽ ദാ ഈ ലിവർ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കണം. പറയൂ. ഉള്ളിൽ പറഞ്ഞുകൊണ്ട് നല്ലതുപോലെ അമർത്തി. വിരലുകൾ ചരിക്കാതെ. ആ, അങ്ങനെ തന്നെ. പൂച്ച മിണ്ടാതെ കിടന്നു. മാഷ് തുടർന്നു. ടക് 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 ടക്. നേരെ പേപ്പറിൽ മാത്രം നോക്കിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. അതെ, അങ്ങനെ ഇടൂ, അങ്ങനെ ഇടൂ. ഒരു പേജ് തീർന്നാൽ മറിച്ചു വെച്ച് ഇങ്ങനെ. ആ, മാഷ് ശരീരത്തിലൂടെ മാർജാര വിരലുകളെ തൊട്ട് നീക്കിക്കൊണ്ടിരുന്നു. ASDF സെമിക്കോളൻ LKJ ടക് ടക് ശബ്ദത്തിൽ സ്വയം അഭിനമിക്കുകയും പിന്നീട് രാവുകളിലും ശബ്ദം ഉപബോധ മനസ്സിനെയും ബോധമനസ്സിനെയും ഭ്രമിപ്പിക്കുകയും ചെയ്തു. മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത ഈണത്തിലും താളത്തിനുമൊത്ത് ഉറക്കത്തിൽ ഇന്ദ്രിയങ്ങൾ മാഷിനെ കെട്ടഴിച്ചു വിട്ടു. ഒരു രാത്രി മാഷ് ഞെട്ടിയുണർന്നു. ആക്രിക്കാർക്ക് പോലും വേണ്ട, ആക്രിക്കാർക്ക് പോലും വേണ്ട, ആക്രിക്കാർക്ക് പോലും വേണ്ട. ഇരുമ്പ് വിലയും തുരുമ്പ് വിലയും കിട്ടില്ല, ഇരുമ്പ് വിലയും തുരുമ്പ് വിലയും കിട്ടില്ല. ഇടതടവില്ലാതെ കാതടപ്പിക്കുന്ന പ്രഹരം പാതാ നേരത്ത് അച്ചടി യന്ത്രങ്ങൾ പുതച്ചുറങ്ങുന്ന കൂറമരുന്ന് മണക്കുന്ന മുറിയിലേക്ക് മാഷ് കയറി ചെന്നു. പാറ്റുകുളിയുടെ ഗന്ധം മാഷിന് നാസികയിൽ കിട്ടിയില്ല. ഏതോ ഉച്ഛിഷ്ടം അഴുകിയ നാറ്റം തുളച്ചു കയറുന്നു. വീടിൻ്റെ പിന്നാമ്പുറത്തെ വാതിൽ മാഷ് മെല്ലെ തുറന്നിട്ടു. പൂച്ചകൾ മണ്ടി മണ്ടി മാഷോടൊപ്പം കൂടി. മൺവെട്ടിയുടെ പിടി ബലം പരിശോധിച്ച് ഉറപ്പുവരുത്തി. വരണ്ട പൊടിമണ്ണിലേക്ക് അതിൻ്റെ വായ ആർത്തിയോടെ ഇറങ്ങിച്ചെന്നു. മാഷ് ആവർത്തിച്ച് ആഞ്ഞു വെട്ടി. കുഴി 1, 2, 3. അച്ചടി യന്ത്രങ്ങളെ പൊതിയോടെ തന്നെ ഒന്നൊന്നായി പുറത്തേക്ക് കൊണ്ടുവന്നു കൃഷ്ണൻ മാഷ്. വീർത്തു കുളിക്കുന്ന മാഷിനെ പൂച്ചകൾ കണ്ണു തള്ളിച്ച് മിണ്ടാതെ നോക്കി. മാലിന്യം ജീർണിച്ച വായു വേഗത്തിൽ നിശ്വസിച്ചുകൊണ്ട് യന്ത്രങ്ങളെ ഓരോ കുഴിയിലേക്കായി ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി. ഉടുമുണ്ട് നനഞ്ഞൊട്ടിയ മാഷിൻ്റെ വിയർപ്പ് മണികൾ യന്ത്രക്കൂനയ്ക്ക് മീതെ വീണുവലിഞ്ഞു. നിലാവ് കത്തുന്ന 2-ാം യാമത്തിൻ്റെ നിശബ്ദതയിൽ മാഷ് അച്ചടി യന്ത്രങ്ങളുടെ ശവമടക്ക് നടത്തി കയറി വന്നു. അല്പനേരം മാറി നിന്ന് കിതച്ചു. പൂച്ചകൾ പരസ്പരം നോക്കി. നെടുവീർപ്പിടും പോലെ ഒച്ചയുണ്ടാക്കി. പൂച്ചക്കണ്ണുകൾ രാത്രി ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ തുറിച്ചു നിന്നു. പിറ്റേന്ന് പതിവിലും നേരത്തെ ജനാലകൾ തുറന്നിട്ടു. വെട്ടം സുവർണരേടുകളോടൊപ്പം വീണ് തെളിയുന്ന നേരത്ത് ടാറിട്ട നിരത്ത് മുറിച്ചു കടന്ന് വരി വരിയായി നടന്ന അകലുന്ന മാർജാരക്കൂട്ടത്തെ കണ്ട് മാഷ് അമ്പരന്നു. വാതിലുകൾ തുറന്ന് താഴെ ഇറങ്ങി. പൂച്ചരോമങ്ങൾ ഒട്ടിപ്പിടിച്ച ഹെർക്കുലീസ് സൈക്കിൾ മലച്ചു കിടക്കുന്നത് കണ്ട് കണ്ണുപിടഞ്ഞിട്ടും ഗേറ്റിൻ്റെ താഴ് തുറന്ന് റോഡിലേക്ക് ഓടിച്ചെന്നു മാഷ്. ഒരിക്കൽ കൂടി വിയർത്തു. ഉയർത്തിയ വാലുകൾ വീശിക്കാട്ടി പൂച്ചപ്പറ്റം അങ്ങേക്കരയിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞിരുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കഥാകാരി ഷബ്ന മറിയം കഥ അവതരിപ്പിക്കും. വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദ്യമായി കേരള സാഹിത്യ അക്കാദമിക്കും അതുപോലെ സർവ്വജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു വേദി തന്നതിന്.
അപ്പം ഞാൻ വലിയൊരു കഥ പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷെ ഇന്നലെ മുതൽ നല്ല ചുമയുണ്ട്. എന്തോ കഥ വായിക്കരുത് എന്നുള്ളതുപോലെ നല്ല ചുമയുണ്ട്. എന്നാലും ശ്രമിക്കാം. കഥയുടെ പേര് ലൈല മജ്നുവിൻ നാട്ടിൽ മൈലാഞ്ചി പൂവിട്ട കാട്ടിൽ. അനേകം വർഷങ്ങളായി കണ്ടിട്ടില്ലാത്ത തൻ്റെ നാടിനെ കണ്ണു നിറച്ചും കണ്ടു തീർക്കാനുള്ള ആർത്തിയോടെയാണ് അവൾ മക്കളുമായി വിദേശത്തു നിന്ന് വന്നെത്തിയത്. സുന്ദരിയായ യുവതി, അതീവ സന്തോഷവതി. തൻ്റെ നാടിൻ്റെ വേനലിൽ ദേഹമുടക്കിയപ്പോഴും മനോഹരമായ ആറ്റുവഞ്ചി പൂക്കളിലേക്ക് കാലെടുത്ത് വെക്കുന്നത്രയും മൃദുത്വത്തോടെയാണ് അവൾ കൈകാലുകൾ ചലിപ്പിച്ചത്. അവളുടെ വേരുകൾ കാലൻ കുടവീശി മക്കളെയും കൂട്ടി അവളേക്കാൾ മുന്നേ നടന്നു തുടങ്ങി. ആനന്ദരഹസ്യങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ പായൽ പച്ചകളിൽ മുഖം പൂഴ്ത്താൻ വെമ്പൽ കൊള്ളുന്ന ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വേച്ചു നടക്കുന്ന പെൺകുട്ടിയായി അവളപ്പോൾ. ഇതുവരെ നാട് കണ്ടിട്ടില്ലാത്ത ബാല്യം കടന്ന അവളുടെ കുഞ്ഞുങ്ങളപ്പോഴും അവളുടെ കൈ വിടാതെ മുറുക്കി പിടിച്ചു. നാട്ടിലിറങ്ങിയപ്പോൾ ആദ്യ കണ്ട മനുഷ്യൻ എന്ന നിലയിൽ ബൽക്കീസ് ടാക്സി ഡ്രൈവറോട് മിണ്ടി തുടങ്ങിയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ടൊരു ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചു. കുറച്ചു നേരം മിണ്ടി പറഞ്ഞെങ്കിലും ചില കാര്യങ്ങൾ ഡ്രൈവർക്ക് പിടികിട്ടിയതേയില്ല. അല്ല, എവിടേക്കെന്ന് കൃത്യം പറഞ്ഞില്ലല്ലോ. ആദ്യം നല്ല ഒരു സേഫായ ഹോട്ടൽ കണ്ടുപിടിക്കണം, എന്നിട്ട് മെല്ലെ ഒരു വീട് വാടകയ്ക്ക് എടുക്കണം. അപ്പം നിങ്ങൾ നാടല്ലേ ഇത്? ഇവിടെ വീടില്ലേ? വീടുണ്ട്, പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. വർഷങ്ങളായി നാട്ടിലോട്ട് ആരും വരവില്ല. അത് നന്നാക്കിയെടുക്കാനാണ് വന്നത് തന്നെ. വേറെ ആരുമില്ലേ കൂടെ? ഞങ്ങൾ ഇത്ര പേര് തന്നെ അധിക അല്ലേ? അവൾ മക്കളെ കുസൃതിയോടെ തോണ്ടി. മെല്ലെ ബൽക്കീസ് നിശബ്ദയായി തുടങ്ങി. മനസ്സിൽ അവളൊരു പുസ്തകത്തിൽ അക്കങ്ങളിട്ട് കുറിപ്പുകൾ എഴുതി തുടങ്ങുകയായിരുന്നു. വീട് നന്നാക്കണം, പണ്ട് നടന്നതിലൂടെയൊക്കെ ഒന്നുകൂടി ഊറിക്കൂടണം. ആദ്യരതിയുടെ പൂർണ്ണമാവാത്തതും എന്നാൽ അങ്ങേയറ്റം മത്തുപിടിപ്പിക്കുന്നതുമായ എന്തോ ഒന്ന് അവളിലപ്പോൾ മുമ്പിലേക്ക് തെറിച്ചു നിന്നു. 5 സ്റ്റാർ മുറിയുടെ പ്രവേശന കവാടം വരെ അയാളും സഹായത്തിനുണ്ടായിരുന്നു. എൻ്റെ അമ്മോ, ഒടുക്കത്തെ വെയിറ്റ്! ഇത് അങ്ങക്കൊരു ഷർട്ടും ഭാര്യയ്ക്കൊരു സാരിയും. അവൾ അപ്പോൾ തന്നെ ഒരു പെട്ടി തുറന്ന് എടുത്തു കൊടുത്തു. ഒരു വീട് വാടകയ്ക്കെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവൾ അയാളെ തന്നെ ഏൽപ്പിച്ചു. ദമ്പിടി ഇച്ചിരിയൊന്നും അല്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് പണച്ചാക്ക് ഇറങ്ങി വരുന്ന പോലുണ്ട്. പോരുന്നത് പോരട്ടെ, കാറിൻ്റെ പണി തീർക്കാനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഡ്രൈവർ മുസ്തഫ മനസ്സിൽ പറഞ്ഞു. എന്തൊക്കെയോ കൊളുത്ത് വലിക്കുന്നു, വിലങ്ങനെ കുത്തനെ. സമാധാനത്തിലായിരിക്കുമ്പോഴും മനുഷ്യന് ബോറടിക്കും. അവർ അനാവശ്യമായി എന്നോ തപിച്ചു പറ്റിയ ഉപ്പ് ചൂരിനെയും തേടിയിറങ്ങും. മനുഷ്യൻ്റെ വയറ് നിറയ്ക്കാൻ മണ്ണിനല്ലാതെ മറ്റൊന്നിനും കഴിയില്ലെന്ന് പറയുന്നത് ശരിയായിരിക്കാം. എല്ലാവരും അന്നത്തേതുപോലെ തന്നെ ഉണ്ടായിരിക്കണമേ. എല്ലാം അന്നത്തേതുപോലെ തന്നെ ഉണ്ടായിരിക്കണമേ. ഓടിട്ട മിക്കവാറും ദ്രവിച്ചു തീർന്ന വീടും കൈവരികൾ പൊളിഞ്ഞു പൊത്താറായ കിണറും ചുറ്റുപാടും കാട് പിടിച്ച് പാമ്പും തേളും നിറഞ്ഞു കിടക്കുന്ന സ്ഥലം. ഉമ്മച്ചി അവരെ രണ്ടാളെയും ഒരുമിച്ച് കുളിപ്പിച്ച് തോർത്തിയിരുന്ന കിണറിൻ്റെ പടവുകളിൽ നിന്ന് നഗ്നരായ 2 കുട്ടികൾ സ്വർഗത്തിലേക്കെന്ന വണ്ണം പ്രസന്നതയോടെ അകത്തേക്കോടുന്നു. ജീരകക്കഞ്ഞിയും തരിക്കഞ്ഞിയും നാടൻ കോഴിക്കറിയുമെല്ലാം വെന്തു വരുന്നതിൻ്റെ മണം വരുന്നുണ്ട്. കോഴി അറുത്തപ്പോൾ കിട്ടിയ പാതിവെന്ത മുട്ടകൾ പുഴുങ്ങിയത് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് അനിയൻ ചെറുക്കൻ. ഉമ്മമ്മ അരിയും പെറുക്കി കോലായത്തിണ്ണയിലുണ്ട്. നോമ്പുകാലത്ത് സന്ധ്യയോടടുപ്പിച്ച് കുളിച്ച് വന്ന് ഈറൻ മാറുന്നതിന് മുമ്പ് നിലത്തിരുത്തി വിളമ്പിത്തരുന്ന പൂളയും കായയും ചെറുപയറും എല്ലാം കൂടിയുള്ള പുഴുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നോമ്പുകാലത്തുണ്ടാകുന്ന ആർഭാടങ്ങളിൽ പെട്ടതാണ് ചിലതെങ്കിലും വയറ് നിറച്ച് തിന്ന് മക്കളെ എന്ന ഉമ്മച്ചിയുടെ വാത്സല്യപ്പെഴുത്ത് പൊതിഞ്ഞു പിടിച്ച കാലം. ഉമ്മച്ചിയുടെ വറത്തരച്ച തിരണ്ടിക്കറിക്കും പാൽവായ്ക്കും ഉള്ള രുചിയൊന്നും പിന്നെ ഈ ലോകത്ത് എവിടെയും കിട്ടിയിട്ടില്ല. ചരിത്രമില്ലാത്തവരുടെ ചരിത്രത്തിൽ നിന്നിറങ്ങി ഒരു ശീതക്കാറ്റ് അവളുടെ കാൽപ്പടിയിൽ മുട്ടുകുത്തി. പേരുമക്കളുമായി വന്ന മകളെ ഓമനിക്കാൻ, മക്കളെ താലോലിക്കാൻ ഓടിവരുന്ന ഉമ്മച്ചിയെയും കിനാവ് കണ്ട് കുറച്ചു നേരം ഇരുന്നതിനു ശേഷം ബൽക്കീസ് മെല്ലെ പുറത്തിറങ്ങി. പറമ്പിൽ ഏകദേശം എല്ലായിടത്തും തന്നെ പൊത്തുകളുണ്ട്. ആരും ഒന്നും നട്ടുവെച്ചിട്ടില്ല, ഒന്നും മാന്തി തിന്നാനുമില്ല. പിന്നെ എന്താണിത്ര പൊത്തുകൾ? ഓരോന്നോർത്ത് അടുക്കള തിണ്ണയിൽ കുറച്ചു നേരം കൂടി ഇരുന്നു.
രാവിലെ മദ്രസയിൽ പോകുന്നതിന് മുമ്പായി അവിടെ ഇരുന്ന് പല്ല് തേക്കുമ്പോൾ ഉമ്മമ്മ മുറ്റത്ത് കുന്തിച്ചിരുന്ന് അടുപ്പ് മൂട്ടുന്നത് കാണായിരുന്നു. എവിടെ നിൽക്കണമെങ്കിലും അവിടെയുള്ള കാടും പൊടിയും മാറ്റണം. ഉമ്മച്ചി ഏതു നേരത്തും തൂത്തും തുടച്ചും നടന്നിരുന്ന ഇടം. മനുഷ്യൻ്റെ ആത്മാക്കളെ പോലെ തന്നെ നട്ടതിൻ്റെയും നനച്ചതിൻ്റെയും പറിച്ചതിൻ്റെയും എല്ലാം ആത്മാക്കളും ഇവിടെയൊക്കെ തന്നെ കാണണം. ഉമ്മച്ചിയുടെ നിലവിളക്ക് കത്തുന്നത് പോലുള്ള കണ്ണുകൾ, ദുആകൾ. അലക്കുകല്ലിന്മേൽ ഇപ്പോഴും ജീർണിച്ച് തീർന്നിട്ടില്ലാത്ത ഒരു ബക്കറ്റ് അത്ഭുതമായിരിക്കുന്നു. അവളതെടുത്ത് കയ്യിൽ പിടിച്ചു കുറച്ചു നേരം. വർഷങ്ങളായി അവിടെ സ്വന്തം വാസസ്ഥലമായി മാറ്റിയിരുന്ന കുഞ്ഞൻ ജീവികൾ അവിടെ ജീവൻ്റെ കണികകൾ ഇനിയുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. എലി ചാടി, പൂച്ച പതുങ്ങി, പല്ലി വാൽമുറിച്ചിട്ടോടി. ബൽക്കീസ് ആർത്തിയോടെ, ആശ്വാസത്തോടെ, വിങ്ങലോടെ സുജൂദിലേക്കെന്ന പോലെ മുട്ടുകുത്തി. എന്തോ അവിടെ അങ്ങനെ നിന്നപ്പോൾ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ചെയ്ത കുറേയേറെ യാത്രകൾ ഓർമ്മ വന്നു. ഒരിക്കൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ചൈനയിലെ ഷിയാനിൽ പോയപ്പോഴാണ് അവിടുന്ന് പണ്ടു തുടങ്ങിയ ഒരു സിൽക്ക് പാതയെക്കുറിച്ച് കേട്ടതും അതിൽ ഹരം കയറി അതിലൂടെ മൊത്തം ഒന്ന് കറങ്ങിത്തിരിഞ്ഞതും. ചീനപ്പകിട്ടിൽ നിന്ന് സിൽക്ക് റൂട്ടിനെ ആവാഹിച്ചെടുത്തു അവൾ. അതിലെ കഠിനാധ്വാനത്തിൻ്റെയും ഊഷ്മളതയുടെയും ഓർമ്മകളെയും. കുട്ടികൾക്ക് എന്തോ ഒട്ടും ഇഷ്ടമാവുന്നില്ല ഇതൊന്നും. അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പപ്പയെ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് പരാതി പറയുന്നുണ്ട്. എവിടെ തൊട്ടാലും അസ്വസ്ഥരാവുന്നുണ്ട്. 1, 2, 3 അത്ര വേഗത്തിൽ മുഷിയുന്നു, നാറുന്നു. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ക്ഷീണിതരായി ഉറക്കം തൂങ്ങിയിരിക്കുന്നു. ചിലപ്പോഴെല്ലാം ഒരു ഭയന്ന അരക്ഷിതമായ നോട്ടവുമുണ്ട്. അന്നൊരിക്കൽ നമ്മൾ മറന്നുവെച്ച മഷിക്കുപ്പിയിൽ നമ്മെ സാക്ഷിയാക്കി മക്കൾ കൈച്ചൂണ്ടയിടും. സൂര്യവെളിച്ചം തെളിഞ്ഞു വരുമ്പോൾ നാം കാണും നമ്മുടെ നീല അവർക്ക് മഞ്ഞയായിത്തീരുന്നുവെന്ന്. 3-ാമത്തെ ദിവസം തന്നെ ഉസ്താദിനെ കണ്ടു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉസ്താദിനോട് ഫോണിലോ വീഡിയോ കോളിലോ സംസാരിക്കുന്നത് കൊണ്ട് ഇത്രകാലം കാണാതിരുന്നതിൻ്റെ അപരിചിതത്വം തോന്നിയതേയില്ല. പിന്നെ ദേവൂനെയും. പത്മിനി ടീച്ചറുടെ മകൾ ദേവൂന് 2 വയസ്സ് കൂടുതലാണെങ്കിലും അവളായിരുന്നു കളിക്കൂട്ടുകാരി. പള്ളിക്ക് തൊട്ടടുത്തായിരുന്നു അവളുടെ വീട്. പള്ളിക്ക് മുന്നിലൂടെ ഒരു തോടുള്ളതിനാൽ അതിൻ്റെ വിടവേ പള്ളിക്ക് ആ വീടുമായിട്ടുണ്ടായിരുന്നുള്ളൂ. പള്ളിപ്പറമ്പിലെ 2 പറമ്പിലെയും ഏറിയ മാങ്ങകളും അവരുടെ പറമ്പിലായിരുന്നു ഉണ്ടാവാറുള്ളത്. ടീച്ചർ കോട്ടയത്ത് നിന്ന് ജോലി കിട്ടി വന്നു കൂടിയതാണ്. ഇന്നിപ്പം ആ തോട് കനാലായി. ടീച്ചറും കുടുംബവും ഇപ്പോൾ മകനും ഒന്നിച്ച് ബാംഗ്ലൂരിലാണ്. ദേവു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് വൃത്തിയാക്കിയിടും. അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുഹൃത്തായിട്ട്. അവൾ മാത്രമായിരുന്നല്ലോ ഏതവസ്ഥയിലും കൂട്ടുണ്ടായിരുന്നതും. അവളെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഒട്ടും ഇഷ്ടമില്ലായിരുന്നെങ്കിലും അവിടെ നടത്തിയെടുക്കാനുള്ള കാര്യങ്ങളെ പ്രതിയാണ് 1-2 ബന്ധുവീടുകളിൽ സമ്മാനവുമായി ചെന്ന് കയറാമെന്ന് വെച്ചത്. വലിയ ബന്ധമൊന്നും ആരുമായും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല എന്നതാണ് സത്യം. അവൾ അവിടെ ഒരു വീട് പണിയുന്നതിനെക്കുറിച്ച് ആർക്കും വലിയ താല്പര്യവുമില്ല. നിങ്ങൾ അവിടുത്തെ സൗകര്യങ്ങളും പത്രാസൊക്കെ വിട്ട് ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ലല്ലോ. മക്കളാണെങ്കിൽ ജനിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിൽ. പിന്നെ എന്തിനാ ഈ പെടാപാടൊക്കെ പെടുന്നത്? അന്യരാജ്യത്ത് എത്രയൊക്കെ ഉണ്ടാക്കിയാലും സ്വന്തം നാട് വീട് ഇല്ലല്ലോ എന്ന ചിന്ത വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ എല്ലാവരും ഇവിടെ അല്ലേ അന്തിയുറങ്ങുന്നത്. ആ പ്രായമാകുമ്പോഴേക്ക് തിരിച്ചു വരില്ല എന്നൊന്നും പറയാനാവൂല. കൊണ്ടുവന്ന വിലപിടിപ്പുള്ള സിൽക്ക് തുണികളും മാലകളും സുഗന്ധദ്രവ്യങ്ങളും നട്ട്സും വൈനും ഈന്തപ്പഴവും ചോക്ലേറ്റുമെല്ലാം തന്നേക്കാൾ വേഗം കുടുംബക്കാരുമായി സൗഹൃദത്തിലായതുപോലെ തോന്നി. അംബാസിഡർ കാറിലായിരുന്നു കുട്ടിക്കാലത്തെ ആ യാത്ര. എയർപോർട്ടിൽ നിന്ന് മാമനെ കാണുന്നത് വരെ ശ്വാസം മുട്ടിയിരുന്നു. എന്തോരം കാഴ്ചകളാ. ആരോ പറഞ്ഞു ദാ ഫ്ലൈറ്റ് എത്തി. ദൂരേന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ആളെ. ഇക്കാക്ക വന്ന ഉടനെ ഉണ്ടായിട്ട് അന്നുവരെ കാണാതിരുന്ന സ്വന്തം കുഞ്ഞിനെ വാരി ഉമ്മ വെച്ചു, മിണുങ്ങി. എയർപോർട്ടിന് അടുത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. മുട്ടയുള്ള ചിക്കൻ ബിരിയാണി ആദ്യമായിട്ട്. പിന്നെ ഒരു ജ്യൂസ് കിട്ടി. എത്ര വലിച്ചിട്ടും വായിലേക്ക് കിട്ടുന്നില്ല. കുറച്ചു നേരം നോക്കി നിന്ന ശേഷം ഇക്കാക്ക പറഞ്ഞു, ദാരിദ്ര്യമാണെങ്കിലും വല്ലപ്പോഴൊക്കെ ഒരു ജ്യൂസ് പുറത്തുനിന്ന് വാങ്ങിത്തരാൻ പറയും ഉമ്മയോട്, എന്നാലേ വലിക്കാൻ പറ്റൂടി. ഇനിയിപ്പോൾ സ്ട്രോ മാറ്റിയിട്ട് കുടിക്കി. ബൽക്കീസ് ജാള്യതയോടെ ചിരിച്ചു.
എന്നാലും അന്നല്ലേ വിമാനം ആദ്യമായി കണ്ടത്. വീട് പണി കരാറ് കൊടുത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി ആദ്യത്തിൽ തോന്നിയതേയില്ല. വീണ്ടും വീണ്ടും പൊളിക്കുന്നതും ഇടിക്കുന്നതും പൊക്കുന്നതും കണ്ടു നിൽക്കുമ്പോഴുള്ള മുഷിപ്പൊഴിച്ചാൽ. ഭാഗ്യത്തിന് വീടിനടുത്ത് തന്നെ ഒരു വാടക വീട് കണ്ടുകിട്ടി. 10 15 അതിൽ കൂടുതലോ ആളുകൾ എന്നും പണിക്കെത്തുന്നുണ്ട്. എല്ലാം ദ്രവിച്ചു പോയതെങ്കിലും ഇടിച്ചു പൊളിച്ചെടുത്തതിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തൊഴിവാക്കൽ വലിയ പ്രശ്നമാകുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് എഞ്ചിനീയർ തന്നെ രക്ഷക്കെത്തിയത്. അയാൾ അത് കൈകാര്യം ചെയ്യാമെന്നേറ്റപ്പോൾ വലിയ ആശ്വാസമായി. എല്ലാവരുടെയും പരിഹാസം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് വീടിനോട് ചേർന്നുള്ള 30 സെൻറ്റ് പൊന്നും വില കൊടുത്ത് വാങ്ങിയത്. പുതിയ വടിയാണ് ആദ്യം വെട്ടിയത്. 2 മുറികൾ പുതിയ സ്ഥലത്തേക്കും വന്നു. മുൻവശത്ത് നിൽപ്പുണ്ടായിരുന്ന വലിയ മാവ് മുറിക്കാൻ ഒരു താല്പര്യവുമില്ലായിരുന്നിട്ടും അതും മുറിക്കേണ്ടി വന്നു. അവധിക്കാലങ്ങൾ അതിലായിരുന്നു ഏറിയ പങ്കും. പക്ഷേ മൈലാഞ്ചിയും പ്ലാത്തിച്ചക്കയും ജാതിയും ഒന്നുള്ള സ്ഥലം ഒന്നും തൊട്ടില്ല. കാട് വെട്ടിയപ്പോഴാണ് ശരിക്ക് കണ്ടത്. ഉമ്മച്ചി നട്ടുപിടിപ്പിച്ച മൈലാഞ്ചി നട്ട സ്ഥലം മൈലാഞ്ചി കാടായിട്ടുണ്ട് ഇപ്പോൾ. പാട്ടും കൂത്തും മരത്തിൽ കയറലും പണിയും ഓട്ടവും പടവ് നനക്കലും പൊടി തൂക്കലും പൊതിച്ചോറും. കുട്ടികളും പതിയെ പതിയെ അതിനോടൊപ്പമായി. കപ്പി തൊട്ടി പൊതിച്ചോറ് എല്ലാം അവർ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ഓർമ്മയുടെ തണ്ടിൽ കയറിപ്പിടിച്ച് പഴുപ്പുണ്ടാക്കുന്ന പലതും അതിനിടയ്ക്കും കണ്ടു. ആ സൈക്കിൾ, അതിനു മുന്നിലെ ഭാഗം പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല. ഏകദേശം വാർപ്പ് കഴിഞ്ഞ സമയത്ത് നൗഫൽ വിളിച്ചതും നന്നായി എന്ന് തോന്നി. പിന്നീട് അവൻ ഇടയ്ക്കിടയ്ക്ക് FBയിലും മറ്റും സെർച്ച് ചെയ്യാനുണ്ടായിരുന്നെന്ന് അറിയാമായിരുന്നെങ്കിലും വന്നാൽ വിളിക്കുമെന്നോ നേരിൽ കാണണമെന്ന് വാശി പിടിക്കുമെന്നോ കരുതിയതേയില്ല. സത്യത്തിൽ അവൻ വന്നത് സഹായമായി താനും. ഗ്രാമത്തിൽ ഇപ്പോഴും ഒരു പെണ്ണ് വാടകയ്ക്കെടുത്ത കാറിലെ ഡ്രൈവറുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ അതിനി മരണവെപ്രാളത്തിലാണെങ്കിൽ പോലും വലിയ പുകിലാണെന്ന് കണ്ട് ബൽക്കീസിന് ചിരിയാണ് വന്നത്. ഓ, രക്ഷപ്പെട്ടത് നന്നായി. ആദ്യ പ്രണയം. പ്രണയത്തിൻ്റെ ഇനിയും പുറം ലോകം കണ്ടിട്ടില്ലാത്തത്രയും ആഴമുള്ള ഭൂഗർഭ അറയിലേക്ക് തന്നെയും ഉന്തിത്തള്ളിയിട്ടാണ് അന്നവൻ പോയതെങ്കിലും ഇന്നവൻ വന്ന് അന്നത്തെ തൻ്റെ അറിവില്ലായ്മയായിരുന്നു അതെന്ന് പറഞ്ഞ് ആണയിട്ട് കാല് പിടിച്ചപ്പോൾ ബൽക്കീസും ഉരുകി. വിവരമില്ലായ്മയിൽ ചെയ്തു പോയവയെല്ലാം ശുദ്ധി കലശം ചെയ്തെടുത്തപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളാവുകയും നാട്ടിലെ അവളുടെ അഭ്യുദയകാംക്ഷികളിൽ മുൻപന്തിയിൽ അവൾ അവനെ കുടിയിരുത്തുകയും ചെയ്തു. ഒരിക്കൽ അവനെ ഓർത്ത് എത്ര ചിരിച്ചിരുന്നു. ഒരിക്കൽ അവനു വേണ്ടി എത്ര കരഞ്ഞിരുന്നു. ഒരിക്കൽ അവനു വേണ്ടി എത്ര പാൽപ്പാടകളിൽ ഉറയൊഴിച്ചിരുന്നു. അന്നത്തെ 2ാമത്തെ ഫ്ലൈറ്റായിരുന്നു അത്. 1 വർഷത്തോളം കടന്നുപോയത് എത്ര പെട്ടെന്നാണ്. ഉത്സാഹിയായ ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും. 1 വർഷത്തിനു ശേഷം അയാളും അവരോടൊപ്പം ചേരുകയാണ്. ഭർത്താവ് എത്തിച്ചേർന്നതിൽ അവൾക്ക് വലിയ സന്തോഷം തോന്നി. അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ടെങ്കിലും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്വപ്ന സൗധത്തിൻ്റെ പണി തീർന്നിരിക്കുന്നു. വിശാലമായ മുറികളും എല്ലാ മുറികളിലും AC-യും പൂന്തോട്ടവും അവയെല്ലാം പരിപാലിക്കാനുള്ള സഹായിയും പൂളും ഹോം തിയേറ്ററും തുടങ്ങി സർവവും തയ്യാർ. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തിച്ചേർന്ന പെയിൻറ്റിംഗ് ശേഖരം തന്നെയുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടേത്. പറമ്പിൻ്റെ വടക്കേ മൂലയിൽ ഒരു വായനാമുറിയും കൂടി പണിതുകൊണ്ടിരിക്കുന്നു. അവൾ ഭർത്താവിലേക്ക് മൂക്കുകുത്തി. ഏറ്റവും അടുത്ത വളരെ കുറച്ച് ആളുകൾക്ക് വീടുകുഴലിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വിരുന്നു സൽക്കാരവും കഴിഞ്ഞാണ് ബൽക്കീസ് ഭർത്താവിനെയും മക്കളെയും കൂട്ടി പുറപ്പെട്ടത്. നടന്ന് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ അലവിമാഷ് വന്ന് മുന്നിൽപ്പെട്ടു. നരച്ച് തൂങ്ങിയിരിക്കുന്നു അയാൾ. മിണ്ടരുതെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും കയറി ചെന്ന് മുന്നിൽ വിടർന്ന് നിൽക്കുകയാണുണ്ടായത്. ആര്, ബൽക്കീസോ? വന്നിട്ട് കുറേ ആയി എന്നാണല്ലോ കേട്ടത്. ആസിയുടെ മോള് ബൽക്കീസല്ലേ? ആന്ന്. ഓൻ്റെ മോളെ, എൻ്റെ കഥ ഇപ്പം നാട്ടിൽ പാട്ടാ. എങ്ങനെ കഴിഞ്ഞതാ? ഉടുതുണിക്ക് മറുതുണി വേണമെങ്കിൽ വേറെ ആരെയും തരേണ്ട അവസ്ഥയെന്ന് ഇന്ന് കോടികളുള്ള വ്യവസായി. പട്ടുകച്ചവടവും സ്വർണവും രത്നം എല്ലാം ഉണ്ടെന്നറിയാം. അല്ല, വർഷങ്ങൾ കൂടി വന്നിട്ട് ഒന്നുമില്ലേ? സത്യം പറഞ്ഞാൽ ഈ ജീവിച്ചിരിക്കുന്ന തന്നെ ഞങ്ങളാരും നിരീക്ഷില്ല. എങ്ങനെ മോളെ ഈ അന്ന് പിടിച്ചെന്നേ ഇത്ര വരെ എത്തിയേ? ഞങ്ങളെ നാടിൻ്റെ അഭിമാനായി. അവൾ പുഞ്ചിരിച്ച് സ്നേഹം വലിച്ചെടുത്ത് കൂനിക്കൂടി നിന്നു, പണ്ട് നിൽക്കുന്ന പോലെ. കുറേ പണിയെടുപ്പിച്ചിട്ടുണ്ട് അയാളുടെ പെമ്പറന്നൂത്തി അന്നൊക്കെ. ഒരിക്കൽ നിത്യേനയുള്ള എല്ലാ പണികളും തീർത്ത്
ചോറുണ്ണാനിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് വർഷങ്ങളായി കഴുകാതിരുന്ന അറപ്പുളവാക്കുന്ന ഒരു ബാത്റൂം ചെരുപ്പുമായി അവർ വന്നത്. വർഷങ്ങളുടെ കാറും കോളും മെടുക്കും അടുക്കും കൈകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. യത്തീംഖാനയിലേക്ക് സഹായം ചെയ്യുന്ന കുടുംബമല്ലേ, ആരോടും പരാതി പറയാനില്ല. വൈകുന്നേരം ചായേൻ്റെ സമയമായപ്പോൾ അവർ വന്ന് പറഞ്ഞു, ചോറ് പോലും തിന്നില്ലല്ലോ, മതി മതി, ഇനി പോയി ചായ കുടിച്ചോ. വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടാൽ തീരാവുന്ന ദുഃഖവും പകയും കഥാസന്ദർഭങ്ങളിലെ മുഴുപ്പുമേ മനുഷ്യന് ജീവിതത്തിലുള്ളൂ. ക്ഷീണിച്ചമശനായ അയാൾ നടന്നകത്തപ്പോൾ ബൽക്കീസിന് ഒരിക്കൽ കൂടി പുനർജനിച്ചതുപോലെ തോന്നി. ബൽക്കീസ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. മുന്നോട്ട് നടക്കുന്തോറും വല്ലാത്ത വിഭ്രാന്തി നുരഞ്ഞു പൊന്തുന്നു. ആശുപത്രി ജനലിൻ്റെ മണമായിരുന്നു അക്കാലത്ത് അവൾക്ക്. ഭാരിച്ച ഉത്തരവാദിത്തമായിരിക്കുന്ന ഭർത്താവ് മരിച്ച അർബുദ രോഗിയായ ഉമ്മയോടൊപ്പം മകളല്ലാതെ ആര് നിൽക്കാൻ. 14 വയസ്സായിരുന്നു അന്നവൾക്ക്. ഉമ്മച്ചി ചോര തുപ്പി കിടന്നിടത്ത് നിന്ന് ഛർദ്ദിച്ചു. സമ്പന്നരായ ബന്ധുക്കൾ ധാരാളമുണ്ടായിരുന്നു. എന്നിട്ടും ബന്ധുക്കൾക്കും അല്ലാത്തവർക്കും നേരെ പായേണ്ടി വന്നു. പറയേണ്ടവരോടും അല്ലാത്തവരോടും അവൾക്ക് തൻ്റെയും കുടുംബത്തിൻ്റെയും പറയേണ്ടവരുടെയും അല്ലാത്തവരുടെയും മുമ്പിൽ അവൾക്ക് തൻ്റെയും കുടുംബത്തിൻ്റെയും ഭാണ്ഡക്കെട്ടുകൾ അയച്ചു വെക്കേണ്ടി വന്നു. ഏങ്ങി പൊന്തി. അധ്യാപകർക്ക് പ്രിയപ്പെട്ട മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നവളുടെ നോട്ട് പുസ്തകങ്ങളിൽ കടം വാങ്ങിയതിൻ്റെ കണക്കെഴുത്തുകൾ മാത്രമായി. എത്രയൊക്കെ ചേർന്നും ചോർന്നും ഇരുന്നിട്ടും അധികം താമസിയാതെ ഉമ്മ പോയി. തുരുമ്പിച്ച ആശുപത്രി ജനലുകൾ ഉപേക്ഷിച്ച് അവളും അനിയനും യത്തീംഖാനയിലേക്കും. തിരിച്ച് എല്ലാം കഴിഞ്ഞ് സ്കൂളിലെത്തിയപ്പോൾ അവളുടെ പ്രിയപ്പെട്ട അധ്യാപിക അവളെയും അവളുടെ തുരുമ്പിച്ച കൈകളെയും നോക്കി നിന്നു ദിവസങ്ങളോളം. ഉമ്മച്ചി ഉണ്ടായിരുന്നതിൻ്റെ മുമ്പും പിമ്പും. പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോൾ അവൾ ഭർത്താവിൻ്റെയും മക്കളുടെയും കൈകൾ വീണ്ടും വീണ്ടും മുറുക്കി പിടിച്ചു. ഉസ്താദ് ഇടപെട്ട് അവൾക്കും കുടുംബത്തിനും സുരക്ഷിതമായി ആ കബറിടം വരെ പോയി വരാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. മുന്നോട്ട് നടക്കുന്തോറും അവൾ 1000 കാതങ്ങൾ പിറകോട്ടോടി. ആദ്യമായി ചോറ് വാരിക്കൊടുത്തും താരാട്ടുപാടി നെഞ്ചിലിട്ടുറക്കിയും വളർത്തിയ തൻ്റെ കുഞ്ഞ്. ഉമ്മച്ചി മരിക്കുമ്പോൾ ഉറപ്പ് കൊടുത്തിരുന്നു, അവനെ ഒരിക്കലും എങ്ങും കളയില്ലെന്ന്. പടവുകൾ കയറുന്തോറും മാസങ്ങളായി വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന വലിയ വേദന സമുദ്രം കണക്കെ തിരയടിച്ചു. ഉമ്മച്ചി മരിച്ചപ്പോൾ അവനാണ് ധൈര്യം തന്നത്. പക്ഷേ ബന്ധുക്കളും കൈവിട്ട് യത്തീംഖാനയിൽ അഭയം തേടി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അവനെ അവിടെ നിന്ന് കാണാതാവുകയും അവരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തുകയും ചെയ്തു. എൻ്റെ കുഞ്ഞ്, ഇത്ര അഭിമാനമില്ലാതെ എരന്ന് ജീവിക്കാൻ എനിക്ക് വയ്യെത്താ. അവസാനം കണ്ടപ്പോൾ അവൻ പറഞ്ഞതോർത്ത് അവൻ കിടക്കുന്നിടത്തേക്ക് തളർന്നു വീണു ബൽക്കീസ്. നമ്മൾ നടന്ന വഴിയെ നടക്കുന്നു. നീ ഉപേക്ഷിച്ച എന്നെയും നിന്നെയും തേടുന്നു. എൻ്റെ വിരലുകളിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിക്കാതെ എനിക്ക് വേദനിക്കുന്നു, വല്ലാതെ വേദനിക്കുന്നു. കവിയും കഥാകൃത്തും യുവ എഴുത്തുകാരിയുമായ രമ്യ ബാലകൃഷ്ണൻ കഥ അവതരിപ്പിക്കും. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു കേരളീയം പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടക്കുന്ന കഥാ അരങ്ങിലേക്ക് ഒരു അവസരം നൽകിയ കേരള സാഹിത്യ അക്കാദമിക്കും അതുപോലെ കേരള സർവ്വവിജ്ഞാനകോശത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സാഹിത്യ അക്കാദമിയുടെ പ്രിയപ്പെട്ട സുനിലേട്ടന് പ്രത്യേകം നന്ദി. നമുക്കറിയാം വൈകുന്നേര സമയമാണ്. അപ്പോൾ രാവിലത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു എനർജി കുറഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കഥ എന്ന് പറയുന്നത് വളരെ, ഇപ്പോൾ മാത്യു സാർ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഷോർട്ടായ ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. എഴുതിയ കഥയൊക്കെ വളരെ നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ടും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കഥ അത് വായനാനുഭവം എന്ന നിലയ്ക്ക് ഇങ്ങനൊരു സദസ്സിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അത്രത്തോളം വായന അനുഭവം അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് അനുഭവം ഉണ്ടാവുമെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാക്സിമം ഞാൻ എഴുതിയിൽ ഏറ്റവും ഷോർട്ടാണെന്ന് തോന്നുന്ന കഥയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്.
ഈ കഥ ഉണ്ടായ ഒരു ചെറിയൊരു സാഹചര്യം, അതായത് ഇപ്പം ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കഥ അല്ലെങ്കിൽ വായിക്കുന്ന കഥ ഒരു ക്ലീശയായി ഒരുപക്ഷെ തോന്നാമായിരിക്കാം. എന്ന് തന്നെ ആയാലും എൻ്റെ അടുത്ത് എന്നെപ്പോലെയുള്ളൊരു മറ്റൊരു പെൺകുട്ടിക്കുണ്ടായ ഒരു അനുഭവം അവൾ എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എനിക്കുണ്ടായൊരു വേദനയിൽ നിന്ന് ആ സമയത്ത് തോന്നിയ, ഇത് എഴുതിയിട്ട് കുറച്ച് കാലമായി, അത് പിന്നീട് എന്താണ് അത് ഒരു എഡിറ്റിംഗ് എന്ന നിലയിൽ പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ആ സമയത്ത് അവളിൽ നിന്നുണ്ടായ എനിക്കുണ്ടായ ഒരു വേദന ഞാൻ അപ്പോൾ പകർത്തി എന്നാണ്. അത് കഥ ഉണ്ടാവുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആത്മസംഘർഷം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ചിലപ്പോൾ എഴുതാറുള്ളത്. കഥ ചെറുതാണ്. കഥ അവൾ പ്രണയത്തിനു വേണ്ടി ദാഹിച്ചപ്പോഴാണ് അവൾ അവനിലേക്ക് ഇറങ്ങിയത്. കോടമഞ്ഞിൻ്റെ കുളിരും ചാറ്റൽ മഴയുടെ തണുപ്പും മുറിയിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ അയാൾ അവളെ വാരിപ്പുണരുകയായിരുന്നു. നെറ്റിയിലൊരു നനുത്ത ചുംബനം നൽകി അവൻ്റെ അതരങ്ങൾ പതിയെ മൊഴിഞ്ഞു. ഐ ലവ് യു ടു. അവളും മറുപടി പറഞ്ഞു. അവൻ്റെ മാറിൽ തല ചായ്ച്ചു വെച്ച് അവൾ പറഞ്ഞു, അതെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ, പറയാലോ, അതിന് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. അയാൾ അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞു. അയാളുടെ കരങ്ങൾ അവളുടെ ഉടലിൽ എഴയുമ്പോൾ അല്പം നീരസത്തോടെ വയറ് വേദനിക്കുന്നു, പീരീഡ്സ് ആവാറായി എന്നവൾ പറഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിൻ്റെ ചൂടിനെക്കുറിച്ചും വിയർപ്പിൻ്റെ ഗന്ധത്തെക്കുറിച്ചും അവൻ വാചാലനായി. ഒടുവിലെപ്പോഴോ അയാളുടെ മാറിലേക്ക് തലചായ്ച്ച് കിടന്ന് അവൾ വീണ്ടും പറഞ്ഞു, അതെ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാമോ പ്ലീസ്? പറ, എന്താ നിനക്ക് പറയാനുള്ളത്? അത് വീട്ടിലെ കാര്യമാണ്, അമ്മയുടെ അസുഖത്തെക്കുറിച്ച്. അവൾ പറഞ്ഞു തുടങ്ങാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. അതുവരെ മൂടിക്കെട്ടിയ കാർമേഘങ്ങളെല്ലാം അവൻ്റെ മാറിൽ കിടന്ന് അവൾക്ക് പെയ്തു തീർക്കണമായിരുന്നു. പറഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ കണ്ടമിടറി. ഒന്നോ രണ്ടോ വാക്കുകൾക്ക് ശബ്ദമുള്ളതൊഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം അവൻ നൽകിയ ലിപ് ലോക്കിൽ അലിഞ്ഞു പോയിരുന്നു. 4 ചൂരുകൾ കൊണ്ടാണ് താൻ ഇതുവരെ നഗ്നത മറച്ചതെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ഞെട്ടിയുണർന്നു. തൻ്റെ ഉള്ളിലെ കാർമേഘം ഇപ്പോഴും കറുത്തിരണ്ട് കൂടിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ മെല്ലെ ഇറങ്ങി നടന്നു. അപ്പോൾ പുറത്ത് മഴ ഇരുണ്ട രാത്രിയിൽ അവളെ കാത്തു കിടപ്പുണ്ടായിരുന്നു, തോരാതെ ബാക്കി വെച്ച കാർമേഘങ്ങളുമായി. താങ്ക് യു. ശ്രീ PF മാത്യു സാർ ഒരു കഥ കൂടി അവതരിപ്പിക്കും. വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വീണ്ടും വരേണ്ടി വരും എന്ന് ഞാൻ കരുതിയതല്ല. 2 മിനിറ്റ് കൊണ്ടൊരു കഥ വായിച്ചു തീർക്കാം. പ്രാവുകൾ എന്നാണ് കഥയുടെ പേര്. ഇന്നലെ രാത്രി കുറച്ചു നേരം ഉറങ്ങി. ഒരു സ്വപ്നം കണ്ടതാണ് കുഴപ്പമായത്. ഉണർന്നുപോയി. എന്ത് സ്വപ്നം? മകൾ ചോദിച്ചു. ഞാൻ വലിയൊരു ഗോവണി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര കയറിയിട്ടും അത് അവസാനിക്കുന്നില്ല. എൻ്റെ കൈയും കാലുമെല്ലാം കുഴഞ്ഞുപോയി. എന്നിട്ട് പിടിവിട്ട് വീഴാൻ പോണ നേരത്താണ് നീ എന്നെ കുലുക്കി വിളിച്ചത്. അതോടെ ഉറക്കം പോയി. അതേതായാലും നന്നായി. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ അമ്മ ഗോവണിന്ന് വീണേനെ. ഈ കിടപ്പിനേക്കാളും നല്ലത് വീഴുകയായിരുന്നു. ഇത് പിന്നെ അവിടെ തന്നെ എത്തി. കിടപ്പിൽ നിന്ന് തൽക്കാലം നമുക്ക് രക്ഷപ്പെടാനാകില്ലല്ലോ. അമ്മ വേറെ എന്തെങ്കിലും പറയും, അതാണ് നല്ലത്. അമ്മയുടെ നോട്ടം മുറിയിൽ നിന്ന് പതുക്കെ മാറി ജനലിലേക്ക് തിരിഞ്ഞു. ദാ ദൂരെയുള്ള പള്ളിയുടെ മകുടത്തിൽ പ്രാവുകൾ വന്നിരിക്കുന്നത് കണ്ടോ? ഉവ്, അതിലൊരു പ്രാവിന് മുഴുവൻ ചിറകുമില്ല. പാതിയേയുള്ളൂ. കൂട്ടുകാർ പറന്നുപോയാലും അതിന് മാത്രം അനങ്ങാൻ പറ്റില്ല. പാവം. അമ്മ ചുമ്മാ പറയുകയാണ്. പറക്കാൻ കഴിയാത്ത പ്രാവ് എങ്ങനെയാണ് അത്രയും ഉയരത്തിലേക്ക് പറന്നെത്തിയത്? ചുമ്മാ പൊളി.
മുമ്പിൽ കാണുന്ന എല്ലാത്തിലും അമ്മ അമ്മയെ തന്നെ പതിപ്പിച്ച് വെക്കുകയാണ്. നേര് പറഞ്ഞാൽ എല്ലാവരും അത് തന്നെയല്ലേ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ പറ്റി പറയുന്നത്. അത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതിനെ പരദൂഷണം എന്നാണ് പറയുന്നത്. ഈ കണ്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമല്ലേ ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ കാര്യത്തിൽ നമുക്കും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ. പിന്നെ മറ്റൊരാളെക്കുറിച്ച് പറയുമ്പം നമ്മളെക്കുറിച്ചുള്ള പലതും മറക്കാനും പറ്റും. അങ്ങനെയെങ്കിൽ നല്ലത് പറയണം. എപ്പോഴും മോശപ്പെട്ട കാര്യം മാത്രമാണ് അമ്മ പറയുന്നത്. നീ ചിലപ്പോൾ ടീച്ചർമാരെ പോലെയാ സംസാരിക്കുന്നത്. ഞാൻ ടീച്ചറായതുകൊണ്ടായിരിക്കും. അല്ല, നീ വയറ്റിലായതിൽ പിന്നെയാണ്. മകൾ തൻ്റെ നിറവയറിലേക്ക് നോക്കി അറിയാതെ ഒരു നെടുവീർപ്പുയർന്നു. ഗർഭിണികൾ സന്തോഷമായിരിക്കണം എന്നാണ് പൊതുവെ പറയാറ്. മകളുടെ മുഖത്ത് മങ്ങിയ ചിരി കണ്ടു. എന്തൊരു വിഷാദമാണ് നിൻ്റെ മുഖത്ത്. ചിരിക്കുന്നത് പോലും കരയുന്ന മട്ടിലാണ്. മറുപടി വാചകം അവൾ തൊണ്ടയിലൂടെ വിഴുങ്ങുന്നത് അമ്മ ശ്രദ്ധിച്ചു. അമ്മയുടെ മരണത്തിന് കൂട്ടിരിക്കുന്ന മകൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? ആ വാചകം അവർ ഇരുവരും പറഞ്ഞില്ല. മരണനേരത്ത് ചുറ്റും കൂടി നിന്ന് പാട്ടുപാടി നൃത്തം ചവിട്ടുന്ന ഒരാചാരം ഏതോ നാട്ടിലുള്ളതായി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നും തോന്നി. അമ്മയുടെ കണ്ണുകൾ വീണ്ടും ജനലിന് പുറത്തേക്ക് തിരിഞ്ഞു. പള്ളിയുടെ മകുടത്തിലുണ്ടായിരുന്ന അവസാനത്തെ പ്രാവും പറന്നുപോയിരുന്നു. അതൊരു നല്ല സൂചനയാണെന്ന് അമ്മയ്ക്ക് തോന്നി. വികലാംഗനായി കഴിഞ്ഞിരുന്ന ഒരു പക്ഷി ഉയരത്തിൽ നിന്ന് പറക്കുന്ന കാഴ്ച നല്ലതോ ചീത്തയോ ആകട്ടെ. അപ്പോഴാണ് മകളുടെ നോട്ടവും പ്രാവുകൾ പറന്നുപോയ മകുടത്തിലാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞത്. എന്നാൽ മകളുടെ മുഖത്തെ വിഷാദം കൂടുതൽ തീവ്രമാകുന്നത് അവർ കണ്ടു. ഇനിയൊരു കാഴ്ചയും കാണുവാൻ ആഗ്രഹമില്ലാത്തതുപോലെ അമ്മ കണ്ണുകൾ അടച്ചു. തൊട്ടരികിലിരുന്ന് മകൾ സ്വരമില്ലാതെ കരയുന്നുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. അത്രയേ ഉള്ളൂ കഥ. നന്ദി, വളരെ നന്ദി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള സാഹിത്യ അക്കാദമിയും കേരള സംസ്ഥാന സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് സംഘടിപ്പിച്ച കേരളീയത്തിൻ്റെ ഭാഗമായി ഇന്ന് 2ാം ദിവസം ഇവിടെ ഈ വേദിയിൽ സംഘടിപ്പിച്ച കഥയരങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. ഈ കഥയരങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റും കഥാകൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ VJ ജെയിംസിന് കേരള സാഹിത്യ അക്കാദമിയുടെയും സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും നന്ദി ഇവിടെ രേഖപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ഈ കഥയരങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കഥകൾ അവതരിപ്പിച്ച പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ ശ്രീ PF മാത്യൂസ്, S സിത്താര, V ഷിനിലാൽ, ലതാലക്ഷ്മി, ഷബന മറിയം, രമ്യ ബാലകൃഷ്ണൻ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ ബഹുമാന്യായ സെക്രട്ടറി CP സാറിന് ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച ബിന്ദു ടീച്ചർക്കും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ മിസ് മേരി ജോർജ്, സഹപ്രവർത്തകർ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കഥ ആസ്വദിക്കാനായി ആദ്യാവസാനം ഇവിടെ പങ്കുകൊണ്ട എല്ലാ സഹൃദയ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു.